Yes, ma'am. Yes, ma'am. Okay. അപ്പോൾ ഇന്നലെ നമ്മൾ എന്തിലായിരുന്നു സ്പെർമറ്റോജനസിസും oogenesis പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡിഫറൻസ് മുതൽ എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സ്പെർമറ്റോജനസിസിൽ എന്ത് വരും? പ്രൊഡക്ഷൻ ഓഫ് സ്പെർം ആണ് നടക്കുന്നത്. oogenesisൽ ഓവം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പെർമറ്റോജനസിസിൽ എവിടെയാണ് നടക്കുന്നത്? ടെസ്റ്റസിലാണ് നടക്കുന്നത്. oogenesisലോ അത് ഓവറിയിലാണ് നടക്കുന്നത്. അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? ഓവിഡക്റ്റിലാണ്. ഊറ്റിഡ് അല്ലെങ്കിൽ ഓവം ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഓവിഡക്റ്റിലാണ്. പിന്നെ എന്താണ് സ്പെർമറ്റോജനസിസ് എങ്ങനെ എവറി ഡേ ആ സ്പെർമറ്റോജനസിന്റെ ആ ഒരു ഇത് നടക്കുന്നുണ്ട്. വൺസ് പെർ മന്ത് ആണ് oogenesis നടക്കുന്നത്. പിന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. oogenesis എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്. പിന്നെന്താ? സ്പെർമറ്റോജനസിസ് എന്ന് പറയുന്നത് പോളാർ ബോഡീസിനെ ഉണ്ടാക്കുന്നില്ല. അവര് ഫുള്ള് ഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻസ് മാത്രമേ നടത്തുന്നുള്ളൂ. പക്ഷെ oogenesisൽ എന്തുണ്ട്? പോളാർ ബോഡീസ് ഉണ്ടാവുന്നുണ്ട്. എന്തുണ്ട്? അവർക്ക് അൺഈക്വൽ ഡിവിഷനും നടക്കുന്നുണ്ട്. പിന്നെ ടെമ്പററി അറസ്റ്റ് ചെയ്ത് ഒരു ഫേസിലും അവരുടെ എന്ത് നടക്കുന്നില്ല? ടെമ്പററി ഒരു അറസ്റ്റ് ചെയ്താൽ സ്റ്റോപ്പ് സ്പെർമറ്റോജനസിസിൽ നടക്കുന്നില്ല. പക്ഷെ ടെമ്പററിലി അറസ്റ്റ് ചെയ്ത് അവരുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ഡിവിഷൻ എന്തിൽ കാണിക്കുന്നുണ്ട്? oogenesisലുണ്ട്. പിന്നെ ഒരു സിംഗിൾ ആയിട്ടുള്ള എന്തെന്ന് സ്പെർമറ്റോസൈറ്റ് അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ അതിൽ നിന്ന് 4 സ്പേംസിനെ നമ്മൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു സിംഗിൾ oocyte ഒരൊറ്റ എഗ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് എന്ത് നടക്കുന്നത്? അൺഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻ നടത്തിയിട്ട് പോളാർ ബോഡീസ് ആയിട്ട് ബാക്കിയുള്ളതിനെ കളയുന്നത്. ഓക്കെ, അപ്പം ഒരു സിംഗിൾ oocyte ഒരൊറ്റ എഗ്ഗിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സ്പെർമറ്റോജനസിസ് എങ്ങനെയാണ്? ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. പ്യൂബർട്ടിയിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കില്ല. അതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. പക്ഷേ ഓവത്തിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ഏജിൽ ഒരു 50 ആ ഒരു ഏജിലൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവരുടെ ഓവത്തിന്റെ ഫോർമേഷൻ നിൽക്കുകയും ബാക്കി അതെല്ലാം അങ്ങ് സീസ് ചെയ്യും അല്ലെ? ഇതാണ് രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? മെൻസ്ട്രൽ സൈക്കിൾ ആണ്. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ആണ് അല്ലെ? ഓരോ സൈക്ലിക് ആയിട്ട് വരുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ആണ്. ഇത് ആർക്കൊക്കെ കാണുന്നുണ്ട്? പ്രൈമേറ്റ്സിലുള്ള ഫീമെയിൽസിൽ മൊത്തം എന്ത് കാണുന്നുണ്ട്? ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ അവർ കാണിക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ്? മങ്കീസ്, ഏപ്സ്, ഹ്യൂമൻ ബീങ്സ്, ഇവർക്കൊക്കെ എന്തുണ്ട്? ഇങ്ങനെ ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിൾ കാണുന്നുണ്ട്. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ ഫസ്റ്റ് ആ മെൻസ്ട്രേഷൻ തുടങ്ങുന്നതിന് നമ്മൾ എന്താ പറയാ? മെനാർക്കി എന്നാണ് പറയാ. ഫസ്റ്റ് മെൻസ്ട്രേഷൻ പ്യൂബർട്ടിയിൽ വെച്ച് ഫസ്റ്റ് തുടങ്ങുന്ന ആ മെൻസ്ട്രേഷനെ മെനാർക്കി എന്നാണ് പറയാ. മെൻസ്ട്രൽ സൈക്കിൾ ഏകദേശം എന്താണ്? ഒരു 50 ഏകദേശം ആ ഒരു റേഞ്ച് വരെ എന്ത് കാണാറുണ്ട്? മെൻസ്ട്രൽ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണാറുണ്ട്. അതിന്റെ അവസാനിക്കുന്നത് ആ ഒരു അവസാനത്തതില് അതിനെ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ സീസ് ചെയ്യുന്നതിന് നമ്മൾ മെനോപോസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു മെനാർക്കിയുടെയും മെനോപോസിന്റെയും ഇടയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള ഫീമെയിൽസില് എന്തുണ്ടാവും? ഓരോ സൈക്കിൾ ആയിട്ട് എന്ത് നടക്കും? ഈ മെൻസ്ട്രൽ സൈക്കിള് ഓരോ ഇതിലിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എവിടെ മുതല്? മെനാർക്കി മുതൽ മെനോപോസ് വരെ. അപ്പൊ നമ്മൾ ഹ്യൂമൻ ഫീമെയിൽസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 28-29 ദിവസത്തിലുള്ള ഒരു സൈക്ലിക് ഇതായിട്ടാണ് ചേഞ്ചസ് ആയിട്ടാണ് എന്ത് കാണുന്നത്? മെൻസ്ട്രൽ സൈക്കിൾ കാണുന്നത്. ഓക്കെ, അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മെൻസ്ട്രേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എവിടെയാണ് അവസാനിക്കുന്നത്? നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഒരു ഇതിലാണ് അത് അവസാനിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒവേറിയൻ സൈക്കിൾ എന്നും നമ്മളെ എന്താണ് ഒവേറിയൻ സൈക്കിളിൽ നിന്നും യൂട്രൈൻ സൈക്കിളിൽ നിന്നും പറഞ്ഞിട്ട് 2 കോമ്പിനേഷൻ ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ വെച്ചാൽ ഓവറിയിലും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്രൈൻ വാളിൽ അല്ലെങ്കിൽ യൂട്രസിലും എന്തുണ്ടാവുന്നുണ്ട്? സൈക്ലിക് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഫേസ് എന്താണ്? ബ്ലീഡിംഗ് ഫേസ് എന്ന് പറയുന്ന ഫേസ് ആണ് അല്ലെ? ബ്ലീഡിംഗ് ഫേസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫേസ് ഒരു 3 മുതൽ 5 ദിവസത്തേക്ക് അത് എന്ത് ചെയ്യും? ലാസ്റ്റ് ചെയ്യും അല്ലെ? 3 മുതൽ 5 ദിവസത്തേക്ക് ഉണ്ടാവും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസിന്റെ
ആ എൻഡോമെട്രിയം അത് എങ്ങനെയായിരിക്കും ഒരു ബേബീനെ സ്വീകരിക്കാൻ വേണ്ടി ബ്ലഡ് വെസൽസും ഇതൊക്കെ ആയിട്ട് എല്ലാം റെഡി ആയിട്ട് നിന്നതായിരുന്നു അല്ലെ. പക്ഷെ അത് അങ്ങനെ ബേബീസ് ഇതൊന്നും വന്നില്ല, എംബ്രിയോ ഒന്നും വന്ന് അറ്റാച്ച് ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റും? അത് മുഴുവൻ അങ്ങോട്ട് ലൈനിങ്, ആ എൻഡോമെട്രിയത്തിന്റെ ലൈനിങ് മുഴുവൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ലിക്വിഡ് ഫോമിൽ എന്ത് ചെയ്യും? വെജൈനയിലൂടെ പുറത്തേക്ക് അങ്ങ് പോകും അല്ലെ. ഓക്കെ. മെൻസ്ട്രൽ സൈക്കിള് ഹാപ്പൻ ചെയ്യണമെങ്കിൽ എന്താണ്? ഓവം ഫെർട്ടിലൈസ് ചെയ്യാതിരിക്കണം അല്ലെ. ഫെർട്ടിലൈസ് ചെയ്യാണ്ടിരിക്കുക. അത് മാത്രമല്ല ഫെർട്ടിലൈസ് ചെയ്ത ഓവം ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഒരിടത്ത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് അത് എവിടെയെങ്കിലും ഒരിടത്ത് എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ എന്ത് ചെയ്യണം? പറ്റിപ്പിടിച്ച് നിൽക്കുകയും വേണം. ഇംപ്ലാന്റേഷൻ നടക്കുകയും വേണം. അങ്ങനെ നടന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? മെൻസ്ട്രേഷൻ ഇല്ലാതിരിക്കും. പക്ഷെ മെൻസ്ട്രേഷൻ ഇല്ലാത്ത സാഹചര്യങ്ങള് ഈ ഒരു പ്രഗ്നൻസിന്റെ അല്ലാതെ ഈ ഒരു ഓവം ഫെർട്ടിലൈസ് ചെയ്ത് ഇംപ്ലാന്റേഷൻ നടക്കാതെ തന്നെ ഉണ്ടാവുന്നുണ്ട് ചില ഫീമെയിൽസിൽ. അത് ചിലപ്പോ എന്തായിരിക്കും? ചില ഡിസീസസ് അല്ലെങ്കിൽ സ്ട്രെസ്, അവരുടെ ഹെൽത്തിന്റെ പ്രോബ്ലംസ് അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഇല്ലാണ്ടിരിക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്തായിട്ട് നടക്കും? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നടക്കാത്തത്? നമ്മുടെ പ്രഗ്നൻസി അല്ലെങ്കിൽ ഓവം ഫെർട്ടിലൈസ് ചെയ്ത് ഇംപ്ലാന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ ഹെൽത്തിന്റെ പ്രോബ്ലം കൊണ്ടോ മാത്രമേ എന്തുണ്ടാവുള്ളൂ? മെൻസ്ട്രൽ സൈക്കിള് നടക്കാതിരിക്കുള്ളൂ. നെക്സ്റ്റ് ഫേസ് എന്താണ്? ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ് ആണ്. മെൻസ്ട്രേഷൻ കഴിഞ്ഞ് ആ ഒരു എന്താണ് എൻഡോമെട്രിയത്തിലെ ലൈനിങ് അല്ലെങ്കിൽ അതുവരെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്ലഡ് വെസൽസ് ഇതെല്ലാം അങ്ങ് പോയി അല്ലെ. ഇനി എന്ത് ചെയ്യണം? ഒന്നേന്ന് വീണ്ടും തുടങ്ങി വരണം അല്ലെ. ഓവത്തിന്റെ പ്രൊഡക്ഷൻ നടക്കണം, അതുപോലെ തന്നെ ആ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ അതിന്റെ പ്രൊഡക്ഷനും അതിനെ സ്വീകരിക്കാനുള്ള അതിന്റെ പ്രൊഡക്ഷൻ ഇല്ലേ അതും വീണ്ടും എന്ത് ചെയ്യണം? നടത്തിക്കൊണ്ടുവരണം. അപ്പൊ ഈ ഒരു ഇതിന്റെ പ്രൊഡക്ഷനും എന്താ വെച്ചാൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്കനിങ്ങും അതുപോലെ തന്നെ ഫോളിക്കിൾസിന്റെ ഒക്കെ ഗ്രോത്തും എന്നിട്ട് ഗ്രാഫിൻ ഫോളിക്കിളായിട്ട് അത് റിലീസ് ചെയ്യാനുള്ള ഓവത്തിന്റെ മെച്ചുറേഷൻ ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? ഈ ഒരു പ്രോലിഫറേറ്റീവ് ഫേസിലാണ് നടക്കുന്നത്. ഓക്കെ. എങ്ങനെയാണ്? പ്രൈമറി ഫോളിക്കിൾ ആയിട്ടുള്ളത് എന്ത് ചെയ്യും? ഫുള്ളി മെച്ചുർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറുന്നത് ഈ ഒരു പ്രോലിഫറേറ്റീവ് ഫേസിലാണ്. ഓക്കെ. അതേപോലെ തന്നെ എന്താണ്? എൻഡോമെട്രിയത്തിന്റെ വോള് വീണ്ടും എന്ത് ചെയ്യും? തിക്കൻ ചെയ്ത് ആ ഒരു ഗ്ലാൻഡുലാർ രീതിയിൽ ആയിട്ട് മാറുകയും ചെയ്യും. ഈ ഒരു ഓവറിയിലും അതുപോലെ തന്നെ നമ്മുടെ എൻഡോമെട്രിയത്തിന്റെ ലൈനിങ്ങിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നത് പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ചേഞ്ചസ് ഉണ്ടാവുന്നതെന്ന് വെച്ചാല് നമ്മുടെ പിറ്റ്യൂട്ടറി ഹോർമോൺസും ഒവേറിയൻ ഹോർമോൺസും ഇല്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ ഗൊണാഡോട്രോപ്പിൻസും അതുപോലെ തന്നെ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും ഒക്കെ അവരുടെയൊക്കെ ഹോർമോൺസിലുള്ള ലെവലിന്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു സ്റ്റേജസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകുന്നത്. ഗൊണാഡോട്രോപ്പിൻസ് ഏതൊക്കെയാണ്? LH ഉം FSH ഉം അല്ലെ. അവര് എന്താണ്? ഫോളിക്കുലാർ ഫേസിൽ ഗ്രാജുവലി എന്ത് ചെയ്യും? അവരുടെ ഫോളിക്കുലാർ ഫേസ് ഇങ്ങനെ ഓരോ ദിവസവും കഴിയും തോറും എന്താണ്? ഈ ഒരു LH ന്റെയും FSH ന്റെയും റിലീസ് ഇങ്ങനെ കൂടി ഇങ്ങനെ ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. ഈ ഫോളിക്കുലാർ ഫേസിന്റെ എൻഡിലൊക്കെ എത്തുമ്പോൾ എന്താണ്? നമ്മുടെ LH ന്റെ ല്യൂട്ടിനൈസിങ് ഹോർമോണ് ഭയങ്കര രീതിയിൽ എന്ത് ചെയ്യും? സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. പിന്നെ എന്താണ്? ഈസ്ട്രജന്റെ സെക്രീഷൻ നടക്കുന്നുണ്ട്. ഈസ്ട്രജന്റെ സെക്രീഷൻ ആരാണ് ചെയ്യുന്നത്? ഗ്രോ ചെയ്യുന്ന ആ ഫോളിക്കിൾസ് എന്ത് ചെയ്യും? ഈസ്ട്രജന്റെ സെക്രീഷൻ നടത്തും. ഈസ്ട്രജനും എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഒരു എന്താണ്? ഈ ഒരു ഹോർമോൺസ് നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഈ ഒരു പീരീഡിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെ. നമ്മുടെ ബ്രസ്റ്റിന്റെ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു എൻലാർജ്മെന്റ് നടത്തുന്നത് ആരാണ്? നമ്മുടെ ഈസ്ട്രജൻസ് ആണ്. ഓക്കെ. അപ്പം ഗ്രോയിങ് ആയിട്ടുള്ള ഫോളിക്കിൾസ് ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ LH ന്റെയും FSH ന്റെയും ഒരു റിലീസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഏത് സ്റ്റേജില്? നമ്മുടെ ഫോളിക്കുലാർ അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് സ്റ്റേജില്. FSH ഏതാണ്? ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതിന്റെ ആ പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലെ. നമ്മുടെ ഫോളിക്കിൾസ്
ഒവേറിയൻ ഫോളിക്കിൾസ് അല്ലെങ്കിൽ പ്രൈമറി ഫോളിക്കിളിൽ നിന്നും ഗ്രാഫിയൻ ഫോളിക്കിൾ ആവാൻ വേണ്ടി അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? FSH ആണ് അല്ലെ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഒവേറിയൻ ഫോളിക്കിളിന്റെ മെച്ചുറേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഗ്രോത്തിന്റെ സമയത്ത് മെച്ചുവർ ആവുന്ന ഒവേറിയൻ ഫോളിക്കിൾസ് മെച്ചുവർ ആവുന്ന സമയത്ത് അവർ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈസ്ട്രജൻ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എൻഡോമെട്രിയത്തിന്റെ പ്രോലിഫറേഷൻ, എൻഡോമെട്രിയം വാളിന് അതിന്റെ തിക്കനിങ്ങിന് അല്ലെങ്കിൽ അതിന്റെ പ്രോലിഫറേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഈസ്ട്രജൻ ആണ്. ഈസ്ട്രജനെ ആരാണ് ആ ഒരു സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്നുവെച്ചാൽ ഫോളിക്കിൾസ്, FSH ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പ്രൈമറി ഫോളിക്കിൾസിനെ എന്ത് ചെയ്യും? ഒവേറിയൻ ഫോളിക്കിൾസിനെ മെച്ചുവർ ആക്കും. ഓക്കെ, ആ മെച്ചുവർ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഫോളിക്കിൾസ് ആണ് ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഈസ്ട്രജൻ ആണ് നമ്മുടെ എൻഡോമെട്രിയത്തിന്റെ ഒക്കെ പ്രോലിഫറേഷന് കാരണമാവുന്നത്. ഓക്കെ, ഇത് എത്ര ദിവസം നിൽക്കും? ഏകദേശം ഒരു 8 മുതൽ 12 ദിവസം വരെ എന്തുണ്ടാവും? ഈ ഒരു ഫേസ് നിൽക്കുന്നുണ്ട്. ഒരു 8 മുതൽ 12 ദിവസം വരെ നമുക്ക് പ്രോലിഫറേഷൻ ഫേസ് കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഫേസ് എന്താണ്? ഓവുലേറ്ററി ഫേസ് ആണ്. ഇതാണ് ഏറ്റവും കുറവ് സമയത്തിൽ കാണുന്ന അല്ലെങ്കിൽ കുറവ് ഡ്യൂറേഷനിൽ കാണുന്ന ഫേസ് എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതിന്റെ അവസാനത്തിൽ പ്രോലിഫറേഷൻ സ്റ്റേജിന്റെ ഒക്കെ അവസാനം എത്തുമ്പം അതിലെങ്ങനെയാണ് FSH ഉം LH ഉം പ്രോലിഫറേറ്റീവ് ഫേസിൽ ഗ്രാജുവലി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അതിന്റെയൊക്കെ അവസാനം എത്തുമ്പോഴത്തേക്ക് ഇവരുടെ അളവ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. LH മെയിൻലി എന്ത് ചെയ്യും? ഭയങ്കര അതിന്റെ പീക്കിലെത്തും. ഓക്കെ, അങ്ങനെ എന്താണ്, അങ്ങനെ LH ഭയങ്കര പീക്കിലെത്തി ആ ഒരു ഇതിൽ ആവുന്ന ദിവസമാണ് എന്ത് നടക്കുന്നത്? ഓവുലേഷൻ നടക്കുന്നത്. ഓക്കെ, ഓവുലേഷൻ ഏകദേശം ഏത് ദിവസമാണ്? 14th ഡേ ആണ് ഓവുലേഷൻ നടക്കുന്നതെന്നാണ് നമ്മളൊരു ആവറേജ് ഇതിൽ കണ്ടിട്ടുള്ളത്. അപ്പം ആ ഒരു ദിവസത്തെ ഇതാണ് എന്ത് പറയുന്നത്? ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ഓവുലേഷൻ നടക്കുന്ന ആ ഒരു ഫേസ് ആണ് എന്ത്? ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ആ സമയത്ത് LH ഉം FSH ഉം അതിന്റെ പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അത് ഏകദേശം ഒരു മിഡിൽ, ആ ഒരു സൈക്കിളിന്റെ മിഡിൽ ആയിട്ടായിരിക്കും എന്ത്? ഓവുലേറ്ററി ഫേസ് കാണുന്നത്. അപ്പം LH ഭയങ്കരമായിട്ട് സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു LHന്റെ മാക്സിമം ഇതിലെത്തും. ആ ഒരു LH മാക്സിമം എത്തുമ്പോഴാണ് എന്ത്? അത് ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റപ്ചറിന് കാരണമാവുന്നത്. ഓക്കെ, LH അതിന്റെ പീക്കിലെത്തും. ആ LH ആണ് എന്ത്? ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റപ്ചറിന് കാരണമാവുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ടാണ് എന്ത്? ഓവുലേഷൻ അല്ലെങ്കിൽ ഓവത്തിനെ റിലീസ് ചെയ്യുന്നത്. സെക്കൻഡറി oocyte ഫോമിലുള്ള ഓവത്തിനെ റിലീസ് ചെയ്യുന്നത്. അതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഫേസ് ആണ് എന്ത്? ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. അത് ആകെ ഏകദേശം ഒരു ദിവസം മാത്രമേ നമുക്ക് ആ ഒരു ഫേസിനെ കാണുന്നുള്ളൂ. ഏകദേശം ഒരു മിഡിലായിട്ട്, മെൻസ്ട്രൽ സൈക്കിളിന്റെ മിഡിൽ ഡേ ആയിട്ടാണ് കാണുന്നത്. ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഫേസ് ആണ് മെൻസ്ട്രൽ സൈക്കിളിലെ. അവസാനത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ് ആണ്. എന്ന് വെച്ചാല് ഓവുലേഷൻ കഴിഞ്ഞു ബാക്കിയുള്ള ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എന്തുണ്ട്? അവിടെ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ട് അല്ലെ? ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ടാണ് മാറുന്നത്? കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യെല്ലോ കളർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. ഈ കോർപ്പസ് ലൂട്ടിയം എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നറിയോ? പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യും. ഈ കോർപ്പസ് ലൂട്ടിയം, പ്രൊജസ്ട്രോൺ ഓൾറെഡി ഉണ്ടാവുന്നുണ്ട്, പക്ഷെ വലിയ എമൗണ്ടിൽ ഒരു പ്രൊജസ്ട്രോണെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? കോർപ്പസ് ലൂട്ടിയം ആണ്. ഓക്കെ, ഈ ഒരു പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ശരിക്കും എന്തെന്നാണ് അറിയപ്പെടുന്നത് പറഞ്ഞാല് പ്രഗ്നൻസി ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ പ്രൊജസ്ട്രോൺ ആണ് ശരിക്കും ഇപ്പം എൻഡോമെട്രിയത്തിന്റെ വാളിലൊക്കെ തിക്കനിങ് വന്നു എന്ന് പറഞ്ഞു അല്ലെ? ശരിക്ക് ഈ ഓവുലേഷൻ കഴിഞ്ഞ ആ സമയത്ത് അതെന്താണ് അതിന് മുമ്പേ ഈ ബ്രേക്ക് ഡൗൺ ചെയ്ത് വരാത്തതെന്ന് വെച്ചാല് കുറച്ച് ദിവസം അത് അവിടെ നിൽക്കുന്നില്ലേ? അതെന്താണെന്ന് വെച്ചാല് ഈ പ്രൊജസ്ട്രോൺ ആണ് ശരിക്കും ആ ഒരു എൻഡോമെട്രിയത്തിന്റെ ലൈനിങ്ങിന് ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവിടെ. ഓക്കെ, അങ്ങനെ തന്നെ നന്നായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? ഈ ഒരു പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, അങ്ങനെ അതിന് പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടി നിൽക്കുന്ന സമയത്ത് എന്തുണ്ടാവില്ല? ആ ഒരു എൻഡോമെട്രിയത്തിന്റെ ലൈനിങ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോരില്ല. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ പ്രൊജസ്ട്രോൺ അവിടെ ഈ ഒരു ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാല് എന്തിനാണ്? നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, ഇനിയിപ്പോ പ്രഗ്നൻസി നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എന്തുണ്ടാവും, പ്രൊജസ്ട്രോണിന്റെ അളവ് ഹൈ ആയിട്ട് നിൽക്കുകയും ഇംപ്ലാന്റേഷൻ നടക്കുകയും ബാക്കിയുള്ള പ്രോസസ് ഒക്കെ നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇത് ഏകദേശം എത്ര ദിവസം ലാസ്റ്റ് ചെയ്യും? ഒരു 14 ദിവസമാണ് എന്തുണ്ടാവുന്നത്, ലൂട്ടിയൽ ഫേസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പ്രൊജസ്ട്രോണിന്റെ അളവ് ഇങ്ങനെ ഹൈ ആക്കി വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, കോർപ്പസ് ലൂട്ടിയതിനെ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പ്രൊജസ്ട്രോൺ ഹൈ ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അതിനിങ്ങനെ പ്രൊജസ്ട്രോൺ ഇങ്ങനെ ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് നടക്കില്ല, മെൻസ്ട്രേഷൻ നടക്കില്ല. കാരണം എന്താ, അത് ആ എൻഡോമെട്രിയൽ വാളിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. അപ്പൊ അങ്ങനെ ചെയ്ത് നിർത്തേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല്, കോർപ്പസ് ലൂട്ടിയം അങ്ങ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും, അങ്ങ് ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട് കോർപ്പസ് ആൽബിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് അങ്ങ് മാറും. ഓക്കെ, എന്താണ്, കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തു പോകും. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ എന്താവും, നമ്മുടെ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയും. പ്രൊജസ്ട്രോണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ അവിടെ ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ നിർത്താൻ ആരും ഇല്ലാന്ന് വരും. അതാണ് ശരിക്കും, അങ്ങനെ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് എന്ത് നടക്കുന്നത്, ഡിസിന്റഗ്രേഷൻ ഓഫ് എൻഡോമെട്രിയത്തിന്റെ ഡിസിന്റഗ്രേഷൻ നടക്കുകയും എന്തുണ്ടാവും, മെൻസ്ട്രേഷൻ ഉണ്ടാവും. ഈ മെൻസ്ട്രേഷൻ വരുന്നതാണ് എന്ത്, നെക്സ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഒരു 10 മുതൽ 17 ദിവസം വരെ, 28, 29 ദിവസമാണ് ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിലൊരു 10 മുതൽ 17 ദിവസം വരെയാണ് നമ്മൾ എന്ത് പറയാ, ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയാം. മെൻസ്ട്രൽ സൈക്കിളിന്റെ 10 മുതൽ 17 വരെയുള്ള ആ ഒരു ദിവസത്തെ നമ്മൾ ഫെർട്ടൈൽ പീരീഡ് എന്നാണ് പറയാ. കാരണം എന്താ, ആ ദിവസങ്ങളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ബാക്കിയുള്ള പീരീഡിന് എന്താണ് പറയാ, സേഫ്റ്റി പീരീഡ് എന്നാണ് പറയാ. ഓക്കെ, പക്ഷെ എല്ലാവർക്കും ഈ 10 മുതൽ 17 ദിവസം വരെ മാത്രമാണ് ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ബോഡിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഈ കൃത്യം 40th ഡേക്ക് തന്നെ ഓവുലേഷൻ എല്ലാ ഫീമെയിൽസിലും നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ഡയഗ്രാം ആണ്. എന്താണ് അത് കാണിക്കുന്നത്, നമ്മുടെ മെൻസ്ട്രേഷനിലെ ഓരോ സ്റ്റേജ് കാണിക്കുന്നുണ്ട് അല്ലെ. അല്ല, മെൻസ്ട്രൽ സൈക്കിളിന്റെ ഫസ്റ്റ് എന്താണ്, 1 മുതൽ ഈ ഒരു 5 വരെയുള്ള ഈ ഒരു ഇതിന് എന്താണ് പറയുന്നത്, മെൻസ്ട്രേഷൻ എന്നാണ് പറയുന്നത് അല്ലെ. ആ ഒരു സ്റ്റേജ് ആണ്. അപ്പം അതില് എന്തൊക്കെ ഇവിടെ യൂട്രൈൻ ഇവന്റ്സ് ആണ് കാണിക്കുന്നത്, എന്ത്, യൂട്രസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഇവിടെ എന്താണ്, ഒവേറിയൻ ഹോർമോണൽ ലെവൽസ് ആണ്. ഒവേറിയൻ ഹോർമോൺസിന്റെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിന്റെ അതിന്റെ ലെവൽസ് ആണ് എന്ത് കാണിക്കുന്നത്, ഇത് കാണിക്കുന്നത്. അടുത്ത എന്താണ്, ഒവേറിയൻ ഇവന്റ്സ്. ഒവേറിയൻ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവറിയിലും എന്തൊക്കെയാണ് ആ സമയത്ത് നടക്കുന്നത് എന്നുള്ളത്. ഏറ്റവും മുകളിൽ എന്താണ്, പിറ്റ്യൂട്ടറി ഹോർമോൺസിന്റെ ലെവൽ എങ്ങനെയാണ് ആ സമയത്തുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ മെൻസ്ട്രേഷനിൽ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ്, മെൻസ്ട്രേഷനിൽ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഇങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോളിക്കിൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, പ്രൈമറി ഫോളിക്കിൾ ആ ഒരു രൂപത്തിൽ തന്നെ അവിടെ നിൽക്കുകയാണ് അല്ലെ. FSH ഉം LH ഉം എങ്ങനെയാണ് നിൽക്കുന്നത്, FSH കുറച്ചുകൂടി ആദ്യം കൂടുതലായിരുന്നു, പിന്നെ LH കുറച്ചുകൂടി കൂടുതലായിട്ട് ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അല്ലെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോളിക്കുലർ ഫേസ് ആണ്, അല്ലെങ്കിൽ പ്രൊലിഫറേറ്റീവ് ഫേസ് എന്ന് പറയും. അത് എവിടെ മുതലാണ്, 6 മുതൽ എന്ത് വരും, 13 വരെയുള്ള ആ ദിവസങ്ങളിലാണ് എന്ത് വരുന്നത്, 12, 13 ആ ഒരു ദിവസങ്ങളിലേക്കാണ് ഫോളിക്കുലർ ഫേസ് അല്ലെങ്കിൽ പ്രൊലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. 6 മുതൽ 12 വരെ അല്ലെങ്കിൽ 13 വരെയുള്ള ദിവസങ്ങളിൽ. ആ ഒരു ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ നമ്മുടെ FSH ഉം LH ന്റെയും ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്തു. അവരെന്ത് ചെയ്തു, ഒവേറിയൻ ഇവന്റ്സിൽ നമ്മളെ ഫോളിക്കിൾസിനെ മെച്ചുറേഷൻ നടന്നു. ഫോളിക്കിൾസിന്റെ മെച്ചുറേഷൻ അപ്പോഴാണ് നടക്കുന്നത് അല്ലെ. പ്രൈമറി ഫോളിക്കിളിനെ ഗ്രാഫിൻ ഫോളിക്കിൾ ആക്കി മാറ്റി. പിന്നെതാ പ്രൊജസ്ട്രോണിന്റെ അളവ് ആ ഒരു സമയത്ത് അധികമൊന്നുമില്ല അല്ലെ, ഭയങ്കര കുറച്ചായിട്ട് മാത്രമേ നമുക്ക് പ്രൊജസ്ട്രോണെ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഈസ്ട്രജന്റെ അളവ് എന്തുണ്ട്, ഈസ്ട്രജന്റെ അളവ് നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. ഒരു എന്താണ്, ഒരു 13 ദിവസം ആ ഒരു ഇതിൽ ഇതൊക്കെ ആവുമ്പോഴത്തേക്ക് എന്താണ്, ഈസ്ട്രജന്റെ ലെവൽ അങ്ങോട്ട് ഹൈ ആവാൻ തുടങ്ങി അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 14ാമത്തെ ദിവസം എന്താണ്, ഓവുലേഷൻ നടക്കുന്ന ദിവസം. ഓവുലേഷന്റെ തൊട്ട് മുന്നുള്ള ഭാഗത്തിലാണ് എന്തുണ്ടാവുക,
LH ഉം FSH ഉം ഭയങ്കര പീക്കിലെത്തുക. LH ഭയങ്കര ഇൻക്രീസ് ചെയ്യും, അതിന്റെ പീക്കിലെത്തും അല്ലെ. ആ LH എന്തിന് കോസ് ചെയ്യും? ഓവുലേഷൻ അല്ലെങ്കിൽ ഗ്രാഫിൻ ഫോളിക്കിളിന്റെ റപ്ചർ കാരണമാവും. ആ സമയത്ത് അതിന്റെ തൊട്ട് മുമ്പ് തന്നെ കണ്ടോ, ഈസ്ട്രജനും എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ ഒരു പീക്കിൽ എത്തിയിട്ടുണ്ട്. പ്രൊജസ്ട്രോൺ അപ്പോഴും എന്താണ്, കുറച്ച് ലോ ലെവൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സെക്രീറ്ററി ഫേസ് നോക്കുവാണെങ്കിൽ, ലൂട്ടിയൽ ഫേസ് നോക്കുവാണെങ്കിൽ, ആ ഒരു സമയത്ത് നമ്മൾ ലൂട്ടിയൽ ഫേസ് നോക്കുമ്പോൾ കോർപ്പസ് ലൂട്ടിയം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊജസ്ട്രോണിന്റെ അളവ് എന്തുണ്ട്? പ്രൊജസ്ട്രോണിന്റെ അളവ് നല്ല ഇൻക്രീസ് ചെയ്ത് കാണുന്നുണ്ട്. നമ്മുടെ FSH ഉം LH ഉം എന്താണ് ഒരു ഇതില് എന്താണ് ഒരു അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്താണ്, ഒരുപാട് ലെവലിൽ അങ്ങനെ ഇതൊന്നും കാണുന്നില്ല. ആ ഒരു ലെവലിൽ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ ഓവുലേഷൻ അല്ലെങ്കിൽ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളില് 2 പ്രാവശ്യം അവരുടെ പീക്ക് കാണിക്കുന്നത് ഏത് ഹോർമോൺ ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈസ്ട്രജൻ ആണ്. ഈസ്ട്രജൻ എന്ത് കാണിക്കുന്നുണ്ട്? 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? അവർ പീക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഇതില് എന്താണ്, ഈസ്ട്രജൻ അല്ലെങ്കിൽ ഒവേറിയൻ ഹോർമോൺസിൽ ഏതാണ് 2 പ്രാവശ്യം അവർ പീക്ക് ലെവലിൽ എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈസ്ട്രജൻ ആണ്. പിന്നെ 29 ദിവസം കഴിയുമ്പോൾ എന്താകും? നെക്സ്റ്റ് സൈക്കിൾ തുടങ്ങും. ഇനിയിപ്പോ നെക്സ്റ്റ് മെൻസ്ട്രേഷൻ നടന്നില്ല, ഫെർട്ടിലൈസേഷൻ നടന്നു എന്ന് വിചാരിക്കാം. ഫെർട്ടിലൈസേഷൻ എന്താണ്? സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓവവും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്. എവിടെയാണ് അത് നടക്കുന്നത്? ആംപ്യുലറി ഇസ്തമിക് ജംഗ്ഷനിലാണ് നടക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനില് വെറും ആംപ്യുള അല്ലെങ്കിൽ ഇസ്തുമസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻ ആൻസറിൽ ആംപ്യുളയും വന്നു, ഇസ്തുമസും വന്നു. അപ്പൊ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആവരുത്. എന്ത് ചൂസ് ചെയ്യണം? ആംപ്യുള തന്നെ ചൂസ് ചെയ്യണം. ഓക്കെ, ആംപ്യുലറി ഇസ്തമിക് ജംഗ്ഷനിലാണ് ശരിക്കും എന്ത് നടക്കുന്നത്? അവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പം ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ഓവംന്നും സ്പേമെന്നും ഇതൊന്നും നമ്മൾ വിളിക്കില്ല. നമ്മൾ എന്താ വിളിക്കുക? സൈഗോട്ട് എന്നാണ് വിളിക്കുക അല്ലെ. അതിനെന്താ വിളിക്കുക? എംബ്രിയോ അല്ലെങ്കിൽ സൈഗോട്ട് എന്നാണ് പറയാ. സൈഗോട്ടിന് എന്ത് നടക്കും? മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും അല്ലെ. ഈ മൈറ്റോട്ടിക് ഡിവിഷനെ എന്താണ് പറയുന്നത്? ക്ലീവേജ് എന്നാണ് പറയുന്നത്. ആ മൈറ്റോട്ടിക് ഡിവിഷനെ സൈഗോട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുകയാണോ ചെയ്യുക? അല്ല, അത് ആ ഒരു മിനിറ്റ് മുതൽ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ നടത്തും അല്ലെ. ഭയങ്കരമായിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു മൈറ്റോട്ടിക് ഡിവിഷനെ നമ്മൾ ക്ലീവേജ് എന്നാണ് പറയാ. ഇങ്ങനെ ക്ലീവ് ചെയ്ത് ഏകദേശം ഒരു 8 മുതൽ 16 വരെയുള്ള ഒക്കെ സെല്ലാകുകയാണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ, എന്നുവെച്ചാൽ 8 മുതൽ 16 വരെയൊക്കെ ആ സെൽസിന്റെ നമ്പർ ഉള്ള ആ ഒരു സ്റ്റേജിലുള്ള സൈഗോട്ടിനെ നമ്മൾ എന്താ വിളിക്കുക എന്ന് പറഞ്ഞാൽ മോറുല എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? മോറുല എന്നാണ് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താവും? ആ മോറുല 16 സ്റ്റേജിലുള്ള ആ ഒരു 16 സെൽഡ് സ്റ്റേജ് ആയിട്ടുള്ള മോറുല ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഒരു 32 സെൽഡ് സ്റ്റേജ് കിട്ടും അല്ലെ. ആ സ്റ്റേജിലുള്ള സൈഗോട്ടിനെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാല് എന്താണ്? ആ സ്റ്റേജിലുള്ള എംബ്രിയോനെ, ആ ഒരു സ്റ്റേജിലുള്ള എംബ്രിയോനെ നമ്മൾ വിളിക്കുന്നത് ബ്ലാസ്റ്റുല എന്നാണ്. ഒരു 32 സെൽഡ് സ്റ്റേജിലുള്ള എംബ്രിയോനെ നമ്മൾ എന്താ വിളിക്കുക? ബ്ലാസ്റ്റുല എന്നാണ് വിളിക്കുക. ഇനി ബ്ലാസ്റ്റുല വീണ്ടും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും അല്ലെ. അങ്ങനെ ഡിവൈഡ് ഒക്കെ ചെയ്ത് കുറെ സെൽസ് ഒക്കെ ആവുമ്പോൾ എന്താവും? സെൽസ് അറേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഫസ്റ്റ് എന്ത് നടന്നു? ഒരു എഗ് ഫെർട്ടിലൈസേഷൻ നടന്നു. ഫെർട്ടിലൈസേഷൻ നടന്ന് എന്തുണ്ടായി? സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ടിൽ എന്തുണ്ടായി? സൈഗോട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങിയപ്പം ഡിവൈഡ് ചെയ്യുന്ന സെൽസിനെ ഇതിനെ എന്താ പറയുന്നത്? ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ബ്ലാസ്റ്റോമിയർ ഇങ്ങനെ എന്താണ് കൂടി വരാൻ തുടങ്ങി അല്ലെ. ബ്ലാസ്റ്റോമിയേഴ്സ് കൂടി 8 മുതൽ 16 വരെ സെൽഡ് ആയിട്ടുള്ള സ്റ്റേജിനെ നമ്മൾ മോറുല എന്നാണ് പറയുന്നത്. ഇങ്ങനെ എന്ത് ചെയ്യും? അടുത്ത സ്റ്റേജ് എന്താണ്? 32 സെൽഡ് ആയിട്ടുള്ള സ്റ്റേജിനെ നമ്മൾ ബ്ലാസ്റ്റുല എന്നാണ് പറയുന്നത്. ഇങ്ങനെ കൂടി എന്താണ് ഒരു 100ന്റെ മുകളിലൊക്കെ എത്തുമ്പോൾ ഈ ഒരു സ്റ്റേജിലല്ലേ ഇപ്പൊ ഉള്ളത്, അത് അങ്ങോട്ട് മാറും. അത് മാറിയിട്ട് ഇവരൊരു അറേഞ്ച്മെന്റിൽ അങ്ങ് നിൽക്കാൻ തുടങ്ങും. അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ സെൽസ് ഇങ്ങനെ പുറത്ത് കുറച്ച് സെൽസ് അറേഞ്ച് ചെയ്യും, ഉള്ളിൽ ഇവിടെ മാത്രമായിട്ട് കുറച്ച് സെൽസ് എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്യും. ഓക്കെ, ഇവിടെ മാത്രം കുറച്ച് സെൽസ് അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ
ഇവിടെ അതിന് ചുറ്റിലായിട്ടും കുറച്ച് സെൽസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഒരു ഇങ്ങനെ പുറത്തായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സെൽസിനെ നമ്മൾ എന്താ പറയുന്നത്? ട്രോഫോപ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. ഉള്ളിലായിട്ടുള്ള സെൽസിനെ, ഉള്ളിനെ കുറച്ച് ഇതാക്കിയിട്ടുള്ള സെൽസിനെ നമ്മൾ ഇന്നർ സെൽ മാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലാണ് എന്ത് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് അല്ലെ? ഇംപ്ലാന്റ് ചെയ്യുന്നത് ആരായിരിക്കും? അപ്പോ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഈ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലാണ്. അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയായിരിക്കും ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ടാവുക? ഈ ട്രോഫോപ്ലാസ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? എൻഡോമെട്രിയം ആയിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഇത് ഇപ്പൊ ഒരു ബ്ലാസ്റ്റുല അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലല്ലേ ഉള്ളത്. ഇനി അങ്ങോട്ട് എന്തുണ്ട്? ഗ്യാസ്ട്രുല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് സെല്ലുകൾ കൂടുമ്പോൾ അങ്ങനെ സ്റ്റേജസ് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഇംപ്ലാന്റേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാല്? ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിന്റെ അല്ലെങ്കിൽ എൻഡോമെട്രിയത്തിന്റെ വാളുമായിട്ട് അറ്റാച്ച്മെന്റ് നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ് ഇംപ്ലാന്റേഷനിൽ? നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിൽ ആരാണ് ആ ഇംപ്ലാന്റേഷനിൽ പങ്കെടുക്കുന്നത്? ട്രോഫോപ്ലാസ്റ്റ് ലെയർ ആണ് പങ്കെടുക്കുന്നത്. ഓക്കെ, അവരെവിടെയാണ്? എൻഡോമെട്രിയത്തിൽ അങ്ങോട്ട് ഇതാവും അല്ലെ? അങ്ങനെ അറ്റാച്ച്മെന്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? യൂട്രൈൻ സെല്ലില് യൂട്രസിന്റെ ആ ഒരു വോളിലുള്ള സെൽസ് നല്ലോണം ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ ഒരു ബ്ലാസ്റ്റോസിസ്റ്റിനെ അങ്ങ് വന്ന് മൂടും. ഓക്കെ, അങ്ങനെ ആവുമ്പോ എന്താ വരുന്നത്? ആ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ആ ഒരു യൂട്രൈൻ വോളിൽ അങ്ങോട്ട് എംബഡ് ചെയ്ത് കിടക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രോഫോപ്ലാസ്റ്റ്, ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ട്രോഫോപ്ലാസ്റ്റ് എവിടെ? എൻഡോമെട്രിയം, യൂട്രസിന്റെ എൻഡോമെട്രിയം വാളിൽ അറ്റാച്ച് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ ഒരു യൂട്രസിന്റെ വാൾ എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു ബ്ലാസ്റ്റോസിസ്റ്റിനെ അങ്ങ് കവർ ചെയ്യും. അങ്ങനെ കവർ ചെയ്യുമ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ആ ഒരു യൂട്രൈൻ വാളിൽ എംബഡ് ചെയ്ത് കിടക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതാണ് പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇംപ്ലാന്റേഷൻ അത് നടന്നു കഴിഞ്ഞാൽ എന്താവും? ഇന്നർ സെൽ മാസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയായിട്ട് മാറും? എക്ടോഡേം, എൻഡോഡേം ഇതൊക്കെ ആയിട്ട് മാറും. ഓക്കെ, എക്ടോഡേമും എൻഡോഡേമും ഒക്കെ ആയിട്ട് മാറും. എംബ്രിയോണിക് ലെയേഴ്സ് ഒക്കെ അല്ലേ? അതൊക്കെ ഉണ്ടാവും. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ അതിന് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? എംബ്രിയോണിക് ലെയേഴ്സ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, എക്ടോഡേം ഉണ്ടാവും, എൻഡോഡേം ഉണ്ടാവും. മീസോഡേം പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലേറ്റർ ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. ഇവര് ഈ മൂന്ന് പേരും ചേർന്നിട്ടാണ് പിന്നെ എന്തുണ്ടാക്കുന്നത്? ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും ടിഷ്യൂസും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഇന്നർ സെൽ മാസിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽസ് കാണാൻ പറ്റുക. ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാല് ആ സെൽസുകൾക്ക് ശരിക്കും ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? എംബ്രിയോണിക് സെൽസിനെ ആ ഒരു സ്റ്റേജിലുള്ള ഇതിനെയൊക്കെ എടുത്തു വെക്കുന്നുണ്ട് അല്ലെ? സ്റ്റെം സെൽസിനെയൊക്കെ എന്തിനാണ് എടുത്തു വെക്കുന്നത്? നമുക്ക് ലേറ്റർ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെം സെൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയതായിട്ടുള്ള നമ്മുടെ തന്നെ ടിഷ്യൂസ് അല്ലെങ്കിൽ ആ സെൽസ് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്ന സെൽസിന് എന്തിനുള്ള കഴിവുണ്ട്? നമ്മുടെ ശരീരത്തിലുള്ള ഏത് സെൽ ആവാനും അല്ലെങ്കിൽ ഏത് ഓർഗനിലുള്ള ഏത് സെല്ലാവായി മാറാനും ഉള്ള കഴിവ് ആർക്കുണ്ട്? സ്റ്റെം സെൽസിനുണ്ട്. ഓക്കെ, അവരെ എവിടെയാണ് കാണുക? ഇന്നർ സെൽ മാസിലാണ് കാണുക. ഓക്കെ, നെക്സ്റ്റ് പ്ലാസന്റ. പ്ലാസന്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അല്ലെ? ബേബീസ് ഒക്കെ എന്തിലാണ് കിടക്കുന്നത്? ഒരു പ്ലാസന്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവറിങ് പോലുള്ള ഒരു ഇതിലാണ് അല്ലെ കിടക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മളെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ എന്തുണ്ടാവും? ട്രോഫോപ്ലാസ്റ്റിന്റെ മുകളില് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അപ്പിയർ ചെയ്യും. അതിന് എന്താണ് പറയുന്നത്? അതിനെ കോറിയോണിക് വില്ലൈ എന്നാണ് പറയുന്നത്. നമ്മളെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ
ട്രോഫോപ്ലാസ്റ്റിന്റെ മുകളിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ പ്രൊജക്ഷൻസ് നമ്മൾ കോറിയോണിക് വില്ലൈ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ കോറിയോണിക് വില്ലൈ എന്നിട്ട് എങ്ങോട്ട് താക്കും? കോറിയോണിക് വില്ലൈ മെറ്റേണൽ ടിഷ്യൂലേക്കും മെറ്റേണൽ ബ്ലഡിലേക്കും ഇങ്ങനെ എന്ത് ചെയ്യും? ആ ഒരു എംബഡ് ചെയ്ത് കിടക്കും. ഓക്കെ, ഈ കോറിയോണിക് വില്ലയും പിന്നെ നമ്മുടെ യൂട്രൈൻ ടിഷ്യൂസും വാൾസും അതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു എന്തുണ്ടാക്കുന്നുണ്ട്? ഈ കോറിയോണിക് വില്ലയും അതുപോലെ തന്നെ യൂട്രൈൻ, നമ്മുടെ മദറിന്റെ യൂട്രൈൻ വാളും ടിഷ്യൂസും സെൽസും ഇതൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ബിറ്റ്വീൻ ദ ഡെവലപ്പിംഗ് എംബ്രിയോന്റെ ഇതിലായിട്ട് എന്തുണ്ടാക്കും? ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് എന്തുണ്ടാക്കും? അവര് ജോയിൻ ചെയ്തിട്ട് ഇതുണ്ടാക്കും. അതാണ് എന്ത്? പ്ലാസന്റ എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് പ്ലാസന്റ ഉണ്ടാക്കാൻ വേണ്ടി ഇതാക്കുന്നത്? കോറിയോണിക് വില്ലയും ഉണ്ട്, അതുപോലെ തന്നെ മദറിന്റെ യൂട്രൈൻ ടിഷ്യൂസും ആ ബ്ലഡ് അതൊക്കെ അല്ലേ, അതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്ലാസന്റ ഉണ്ടാവുന്നത്. പ്ലാസന്റ എങ്ങനെയാണ് എംബ്രിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്? അംബ്ലിക്കൽ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണക്ഷൻ വഴിയാണ് എന്തുള്ളത്? കണക്ഷൻ ഉള്ളത് അല്ലെ? ആ അംബ്ലിക്കൽ കോഡ് എന്താണ് ചെയ്യുന്നത്? സബ്സ്റ്റൻസിനെ എംബ്രിയോയിൽ നിന്നും അതുപോലെ തന്നെ എംബ്രിയോയിൽ നിന്ന് പുറത്തേക്കും സബ്സ്റ്റൻസിനെയൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യിക്കുന്നത് ആരാണ്? അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു അംബ്ലിക്കൽ കോഡാണ്. അപ്പൊ പ്ലാസന്റയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഓക്സിജന്റെയും ന്യൂട്രിയൻസിന്റെയും സപ്ലൈ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ആരാണ്? എംബ്രിയോയ്ക്ക് ഓക്സിജനും അതുപോലെ തന്നെ ന്യൂട്രിയൻസും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഏതിലൂടെയാണ്? പ്ലാസന്റ വഴിയാണ് അല്ലെ? അംബ്ലിക്കൽ കോഡ് ആ ഒരു വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെയും എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സിന്റെയും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാത്രം പോരാ, അതുപോലെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആയിട്ട് വേസ്റ്റ് പുറത്തേക്ക് കളയാൻ അങ്ങനെയൊന്നും പറ്റില്ല എംബ്രിയോയ്ക്ക്. അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡും ഈ എക്സ്ക്രീറ്ററി വേസ്റ്റും ഒക്കെ ആരിലൂടെയാണ്? മദറിന്റെ അതിലേക്ക് ഏതിലൂടെയാണ് റിമൂവ് ചെയ്യുന്നത്? ഈ ഒരു പ്ലാസന്റ വഴിയാണ് റിമൂവ് ചെയ്യുന്നത്. പിന്നെ എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? പ്ലാസന്റ ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? HCG എന്ന് പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിന്, പിന്നെ ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ, ഈസ്ട്രജൻസ്, പ്രൊജസ്ട്രോണ്, ഇതൊക്കെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലാസന്റ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ആക്ട് ചെയ്യേണ്ടതുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ? ഏതൊക്കെ ഹോർമോൺസ് ആണ് അവർ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? HCG എന്ന് പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഉണ്ട്, പിന്നെ എന്താണ്? ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ ഉണ്ട്, അതിനെ HPL എന്ന് പറയും. പിന്നെ ഈസ്ട്രജൻസ്, പ്രൊജസ്ട്രോൺ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിനും ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജനും ഒക്കെ എടുത്തു നോക്കുവാണെങ്കിൽ ഇതിന്റെ അളവൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൽ ഇതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ, യൂറിനിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? അത് ഉറപ്പിക്കാൻ നമുക്ക് എന്തുണ്ട്? പ്രഗ്നന്റ് ആണെന്നുള്ളത്. കാരണം എന്താ? ഈ ഹോർമോൺസ് ഒക്കെ എപ്പോ മാത്രമേ കാണുന്നുള്ളൂ? പ്രഗ്നൻസിയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മുടെ ശരീരത്തിൽ. ഏതൊക്കെയാണ്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിനും ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജനും ഒക്കെ പ്രഗ്നൻസിയിൽ മാത്രം കാണുന്ന ഹോർമോൺസ് ആണ്. കാരണം എന്താ? പ്ലാസന്റയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ എന്താണ്? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ HCG-യും HPL ഒക്കെ നമ്മുടെ ശരീരത്തിൽ എപ്പോൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ? പ്ലാസന്റ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എപ്പോൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ? പ്രഗ്നൻസിന്റെ സമയത്ത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ റിലാക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ പ്രഗ്നൻസിന്റെ ലേറ്റർ പീരീഡ് ആവുമ്പോൾ റിലാക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ഓവറി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓവറിയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ഒരു ഗ്ലാൻഡ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. റിലാക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ഓവറി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്.
പ്രഗ്നൻസിന്റെ സമയത്ത് നമ്മുടെ ഒരു മദറിന്റെ അല്ലെങ്കിൽ മെറ്റേണൽ ബ്ലഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും കോർട്ടിസോള്, പ്രൊലാക്റ്റിന്, തൈറോക്സിൻ ഇതിന്റെ അളവൊക്കെ എങ്ങനെയായിരിക്കും? ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ്? ഒരു മെറ്റേണൽ ബ്ലഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതില് ഈ ഒരു ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, കോർട്ടിസോള്, പ്രൊലാക്റ്റിൻ, തൈറോക്സിൻ ഇതിന്റെ ഒക്കെ അളവ് എന്തായിരിക്കും? ഭയങ്കര കൂടുതലായിട്ട് കാണാൻ പറ്റും. എന്തിനാണ് ഇത് കൂടുതലാവുന്നത്? നമുക്കറിയാലേ ഫീറ്റൽ ഗ്രോത്തിന് ഇതൊക്കെ ഭയങ്കരമായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗസ്റ്റേഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ഫെർട്ടിലൈസേഷൻ നടന്ന മുതൽ പാർച്ചറേഷൻ നടക്കുന്നത് വരെയുള്ള അതിനിടയിലുള്ള എല്ലാ ഇവന്റ്സിനെയും നമ്മൾ എന്തിലാണ് ഉൾപ്പെടുത്തുന്നത്? ഗസ്റ്റേഷൻ പീരീഡിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പം ഫെർട്ടിലൈസേഷൻ മുതൽ പാർച്ചറേഷൻ വരെയുള്ള അതിനിടയിലുള്ള എല്ലാതും. അപ്പൊ നമ്മൾ അതിൽ ഫസ്റ്റ് മന്തിൽ എന്താണ്? ബേബിയുടെ ഹാർട്ട് ഫോം ചെയ്യും. ഫസ്റ്റ് മന്ത് തന്നെ എന്ത് നമുക്ക് ഇതാക്കാൻ പറ്റും? ഹാർട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾക്കാൻ കഴിയും. സെക്കൻഡ് മന്തിൽ എന്താണ്? ലിംസും ഡിജിറ്റ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യും. തേർഡ് മന്തിലോ ലിംസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻസും ഒക്കെ നല്ലോണം വെൽ ഡെവലപ്ഡ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു തേർഡ് മന്തിൽ തന്നെ എന്താണ്? ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ എന്തായി? ലിംസും ഡിജിറ്റ്സും ഒക്കെ ഇതാക്കുകയും ഹാർട്ട് ഫസ്റ്റിൽ തന്നെ ഫോം ചെയ്തു. പിന്നെന്താണ്? എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻസ് ഒക്കെ നല്ലോണം വെൽ ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റി. ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കുറച്ച് ക്രിട്ടിക്കൽ പീരീഡ് ആണ്. കുറച്ചുകൂടി ഒരു ഇത് പോവാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ്? കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പീരീഡ് ആണ് മദറിന് ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട പീരീഡ് ആണ്. ഓക്കെ, പിന്നെ ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കണ്ടു തുടങ്ങുന്നത് എപ്പോഴാണ്? ഫിഫ്ത്ത് മന്ത് ഒക്കെ ആകുമ്പോഴാണ്. പിന്നെ തലയിലൊക്കെ ഹെഡിലൊക്കെ ഹെയർ ഒക്കെ അപ്പിയർ ചെയ്യുന്നതും എപ്പോഴാണ്? ഫിഫ്ത്ത് മന്തിലാണ്. ഇനി സിക്സ്ത് മന്ത് നോക്കുവാണെങ്കിൽ ബോഡിയിലൊക്കെ കുറച്ച് ചെറിയ ഹെയർ ഒക്കെ വന്നു തുടങ്ങി. പിന്നെ ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? സിക്സ്ത് മന്തിലാണ്. ഓക്കെ, ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നതും ഐലാഷസ് ഒക്കെ ഫോം ചെയ്യുന്നതും സിക്സ്ത് മന്ത് ആവുമ്പോഴാണ്. ഇനി സെക്കൻഡ് ട്രൈമസ്റ്ററും കഴിഞ്ഞ് 9th മന്ത് ആവുമ്പോഴാണ് എന്ത്? ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബേബി ആയിട്ട് അത് മെച്ചൂർ ചെയ്ത് മാറുന്നത്. അതെ, 9th മന്ത് ആവുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഒരു തേർഡ് ട്രൈമസ്റ്റർ കഴിയും അല്ലെ? അതിലുള്ള നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗസ്റ്റേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് പാർച്ചറേഷൻ ആണ്. പാർച്ചറേഷൻ എന്ന് പറയുമ്പോൾ എന്താ? പാർച്ചറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റേഷൻ പീരീഡ് ഏകദേശം ഹ്യൂമൻസിൽ നോക്കുമ്പോൾ ഒരു 9 months ഒക്കെ ഉള്ള ഗസ്റ്റേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള മെച്ചൂർഡ് ആയിട്ടുള്ള ഫീറ്റസ് പുറത്തേക്ക് വരണം അല്ലെ? അതിനെയാണ് ആ പ്രോസസ്സിനെയാണ് പാർച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? യൂട്രൈൻ വാളിന്റെ വിഗ്രസ് ആയിട്ടുള്ള കൺട്രാക്ഷൻ നടക്കും അല്ലെ? യൂട്രൈൻ വാളിൽ കൺട്രാക്ഷൻ ചെയ്യുന്നത് സ്മൂത്ത് മസിൽസ് ആണ് ചെയ്യുന്നത് അല്ലെ? അതിന്റെ വിഗ്രസ് ആയിട്ടുള്ള കൺട്രാക്ഷൻ മൂലം എന്താവും? പ്രഗ്നൻസിന്റെ എൻഡില് എന്താണ്? നമ്മുടെ ഫീറ്റസിനെ അങ്ങ് എക്സ്പെൽ ചെയ്യും അല്ലെ? യൂട്രസ് അങ്ങോട്ട് പുറത്തേക്ക് എക്സ്പെൽ ചെയ്ത് കളയും. ഈ ഒരു പ്രോസസ്സിനെയാണ് ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ പാർച്ചറേഷൻ എന്ന് പറയുന്നത്. ഈ പാർച്ചറേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. ഈ പാർച്ചറേഷൻ നടക്കുന്നത്. പാർച്ചറേഷന്റെ സിഗ്നൽസ് ഫസ്റ്റ് വരുന്നത് എവിടെന്നാന്ന് വെച്ചാൽ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെ എവിടെ നിന്നാണ് ഫസ്റ്റ് വരുന്നത്? ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസിൽ നിന്നാണ് ഫസ്റ്റ് ആ ഒരു എന്താണ് പാർച്ചറേഷന്റെ സിഗ്നൽ വരുന്നത്. ആ സിഗ്നൽ പിന്നെ പ്ലാസന്റ എന്ത് ചെയ്യും? മൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷൻസ് ഉണ്ടാക്കും. പ്ലാസന്റ എന്ത് ചെയ്യും? മൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷൻസ്
ഉണ്ടാക്കും. അതിനെന്താ പറയാ? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സസ് എന്നാണ് പറയാ. ഓക്കെ, ഫസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസ് എന്ത് ചെയ്യും? ഒരു സിഗ്നൽ കൊടുക്കും. എന്ത്? പാർച്ചുലേഷനുള്ള സമയമായി എന്നുള്ളൊരിത്. ഏകദേശം അങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തു കഴിയുമ്പോൾ എന്താവും? പ്ലാസെന്റ മൈൽഡ് ആയിട്ടുള്ള ചെറിയ യൂട്രൈൻ കൺട്രാക്ഷൻസ് ഉണ്ടാക്കും. അതിനെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയും. ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്? എന്തിനെ ട്രിഗർ ചെയ്യുന്നത്? ഓക്സിറ്റോക്സിനെ, അതിന്റെ റിലീസിനെ ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, എവിടെ നിന്നാണ്? പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഓക്സിറ്റോക്സിന്റെ റിലീസിനെ അതങ്ങോട്ട് ട്രിഗർ ചെയ്യും. എന്ത് ട്രിഗർ ചെയ്യും? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ട്രിഗർ ചെയ്യും. ഓക്സിറ്റോക്സിൻ എന്ത് ചെയ്യും? നമ്മുടെ സ്മൂത്ത് മസിൽസിനെ അങ്ങോട്ട് അവരോട് കൺട്രാക്ട് ചെയ്തോളാൻ പറയും. അങ്ങനെ അവർ കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ ഒരു ഇതില് ഫോഴ്സിൽ അങ്ങനെ എക്സ്പ്ലോഷൻ നടക്കും. ഓക്സിറ്റോക്സിൻ എവിടെ ആക്ട് ചെയ്യും? യൂട്രൈൻ മസിൽസിൽ ആക്ട് ചെയ്യും. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള യൂട്രൈൻ കൺട്രാക്ഷൻസ് നടക്കും. അപ്പൊ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നടക്കുന്നത്? അത് പ്ലാസന്റ ഉണ്ടാക്കുന്ന മൈൽഡ് ആയിട്ടുള്ള എന്താണ്? കൺട്രാക്ഷൻ ആണ്. അതാണ് ഓക്സിറ്റോക്സിനെ ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, ആ ഓക്സിറ്റോക്സിൻ ആണ് പിന്നീട് യൂട്രൈൻ മസിൽസിനെ അതിന്റെ കൺട്രാക്ഷന് കാരണമാവുന്നത്. ഓക്കെ, ഇങ്ങനെ മസിൽ കൺട്രാക്ഷൻ നടക്കും. ആദ്യം ചെറിയ ചെറിയ കൺട്രാക്ഷൻസ് ആയിരിക്കും. ആ ഒരു കൺട്രാക്ഷൻസ് അതിന്റെ ഇത് കൂടുന്നതിനനുസരിച്ച് ഓക്സിറ്റോക്സിന്റെ അളവ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഓക്കെ. പിന്നെ ഇതിൽ പറയാനുള്ളത്, നമ്മുടെ പ്ലാസന്റ, നമ്മുടെ ഹ്യൂമൻ ബേബി പുറത്ത് വന്നതിന് ശേഷം എന്തുണ്ടാവും? നമ്മുടെ പ്ലാസന്റയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ബോഡിക്ക് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആഫ്റ്റർ ബർത്ത് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? നമ്മുടെ ബേബി പുറത്ത്, അല്ലെങ്കിൽ ഫീറ്റസ് പുറത്തേക്ക് വന്ന് കഴിഞ്ഞു, ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ പാച്ചുറേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? കുറച്ച് സമയത്തിനുള്ളിൽ പ്ലാസന്റയും കൂടി എന്ത് ചെയ്യും? പുറത്തേക്ക് എക്സ്പെൽ ചെയ്യും. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ബേബി അല്ലെ പാച്ചുറേഷൻ കഴിഞ്ഞു, ഫീറ്റസ് പുറത്തേക്ക് വന്നു അല്ലെ? അപ്പൊ ആ ഒരു ഫീറ്റസിന് അല്ലെങ്കിൽ ഇൻഫന്റിന് എന്ത് കൊടുക്കണം? ലാക്ടേഷൻ കിട്ടണം. അവർക്ക് ഫുഡിനുള്ള ഇത് വേണം അല്ലെ? അപ്പൊ ലാക്ടേഷൻ എന്ന് പറയുന്നത്, ലാക്ടേഷൻ എവിടെ നിന്നാണ് ഇതാക്കുന്നത്? മാമറി ഗ്ലാൻസ് അല്ലെ? ഫീമെയിൽസിലുള്ള മാമറി ഗ്ലാൻസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രഗ്നൻസിന്റെ സമയത്ത് ഡിഫറൻഷിയേഷൻ അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് അതിൽ എന്തുണ്ടാക്കും? മിൽക്ക് പ്രൊഡക്ഷൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? മിൽക്ക് പ്രൊഡക്ഷൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലെ? അപ്പം അങ്ങനെ ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ കൊടുക്കുന്ന മിൽക്കിന് എന്താണ് പറയുന്നത്? കൊളസ്ട്രം എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു യെല്ലോ കളർഡ് ആയിട്ടുള്ള മിൽക്ക് ആയിരിക്കും ഫസ്റ്റ് ഫ്യൂ ഡേയ്സിലുള്ള. അതിൽ കുറെ ആന്റിബോഡീസും ഇതൊക്കെ ഉണ്ടാവും. IgA എന്ന് പറയുന്ന ആന്റിബോഡി കാണുന്നുണ്ട്. പിന്നെന്താ? അങ്ങനെ കുറെയുള്ള ഇതൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു യെല്ലോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ ഉണ്ടാവുന്ന മിൽക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ബേബീസിന്, അവരുടെ ഹെൽത്തിനും ഇതൊക്കെ. കാരണം എന്താണ്? അതിൽ കുറെ ആന്റിബോഡീസ് ഒക്കെ അവർക്ക് പാസീവ് ഇമ്മ്യൂണിറ്റി വഴി കൊടുക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല കുറെ മിനറൽസ് ഇതൊക്കെ ആയിട്ട് അവർക്ക് പാസീവ് ആയിട്ട് കുറെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് ഡേയ്സിൽ അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും? മദറിന്റെ മിൽക്കിലൂടെ കിട്ടുന്നുണ്ട്. ഡോക്ടേഴ്സും ബാക്കിയുള്ളവരും ഒക്കെ ആ ഒരു ഫസ്റ്റ് ഡേയ്സിലുള്ള ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്ന മിൽക്ക് ഫീഡിങ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്? ഈ ഒരു എന്താണ്? ആ ഒരു പാസീവ് ആയിട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയും ഫുഡും ന്യൂട്രിയൻസും ഇതിന്റെയൊക്കെ കുട്ടിക്ക് വേണ്ടി കിട്ടാനാണ്. കാരണം എന്താ? ആ ഒരു ഫസ്റ്റ് ഫ്യൂ ഡേയ്സിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ബേബിക്ക് സ്വയം എന്തുണ്ടാക്കാൻ പറ്റില്ല? സ്വയമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പം ഇമ്മ്യൂണിറ്റി ഇതൊന്നും അവർക്ക് കുറവായിരിക്കും. ആ സമയത്ത് ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും? ഭാവിയിലേക്ക് അവർക്ക് ആ ഒരു ഹെൽത്തിന്റെ ഇഷ്യൂസ് ആയിട്ടും ഇതൊക്കെ നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. മിൽക്ക് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ ആണ്. മിൽക്ക് സിന്തസൈസിങ് ഹോർമോൺ എന്ന് പറയുന്നത്
പ്രൊലാക്റ്റിൻ ആണ്. മിൽക്ക് ഈജക്റ്റിംഗ് ഹോർമോൺ എന്താണ്? ഓക്സിറ്റോക്സിൻ ആണ്. പ്രഗ്നൻസി ഹോർമോൺ എന്താണ്? പ്രൊജസ്ട്രോൺ ആണ്. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യനില് മിൽക്ക് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അതിന് ആൻസർ? പ്രൊലാക്റ്റിൻ ആണ് അതിന് ആൻസർ. ഇനി മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ ഏതാണ്? മിൽക്കിനെ ഇജക്ട് ചെയ്യുന്ന, എക്സ്പെൽ ചെയ്യുന്ന ആ ഒരു ഇജക്ഷൻ ഹോർമോൺ, അതിനെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോക്സിൻ ആണ് സഹായിക്കുന്നത്. പ്രഗ്നൻസി ഹോർമോൺ ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ്? ഡാഷ് എന്തോ ഒന്ന് ഈസ് എ ലിറ്റിക് എൻസൈം റിലീസ്ഡ് ബൈ ദ സ്പേം എന്നാണ് പറയുന്നത്. ഇതിൽ ഏതോ ഒന്ന് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആണ്. ഏതാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാവോ? ഹ്യാലുറോണേസ് ആണോ? ആ അതെ അതെ, അത് തന്നെയാണ്. അപ്പൊ ഡാഷ് ഈസ് ആൻ ഓർഗനൽ ദാറ്റ് ഹെൽപ്സ് ദ സ്പേം ടു പെനിട്രേറ്റ് ദ ഓവം. ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്ത്, ഓവത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോവാൻ ഏതോ ഒന്ന് ഇതില് നമ്മുടെ സ്പേമിനെ സഹായിക്കുന്നുണ്ട്. അത് ഏതാണ്? ആക്രോസോം. ആക്രോസോം ആണ്. The hormone that is released from the testes is, ടെസ്റ്റസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഇതിൽ ആൻഡ്രോജൻ ആണ്. ആൻഡ്രോജൻസിൽ വരുന്ന ഏതെങ്കിലും ഒരു ഹോർമോണിന് ഇതിൽ കാണും. അതെ. Which of the following organs serves as the primary reproductive males and females respectively? അപ്പൊ ഫസ്റ്റ് മെയിൽസിലുള്ള ഇത് വേണം, സെക്കൻഡ് ഫീമെയിൽ ഉള്ളതും വേണം. അത് തന്നെയാണ്. Which cells in the testes of a human male produce testosterone? ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ്രോജൻസ് ആണ്. ആൻഡ്രോജൻസിൽ വരുന്നതാണ്. ആരായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെർട്ടോളി സെൽസ് സം ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നല്ലേ പറയുന്നുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? സെർട്ടോളി സെൽസ് ആണോ ലേഡിക് സെൽസ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ്രോജൻസിന്? ലേഡിക് സെൽസിന് വേറെ ഒരു പേര് കൂടി ഉണ്ട്, ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. Out of the following glands mentioned below, select one which is not a male accessory reproductive gland. നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ ഏതാണ് മെയിൽ ആക്സസറി റിപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് അല്ലാത്തത്? ബൾബോറീത്രൽ ഗ്ലാൻഡ്. യൂറിനറി ബ്ലാഡർ ആണ്. അതന്നെ. ബാക്കി മൂന്നും എന്താണ്? ആക്സസറി റിപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്സ് ആണ് ട്ടോ. What is the name of the structure composed of ova and their neighboring tissues at different phases of development? ഓവവും അതിന്റെ നെയ്ബറിംഗ് ആയിട്ടുള്ള ടിഷ്യൂസും ഡിഫറെന്റ് ഫേസസ് ഓഫ് ഡെവലപ്മെന്റിൽ അതിന് എന്താണ് വിളിക്കുന്നത് എന്നാണ്. ഒരു പെർട്ടിക്കുലർ ഫേസ് ഓഫ് ഡെവലപ്മെന്റിൽ അല്ല, ഡിഫറെന്റ് ഫേസ് ഓഫ് അവരുടെ ഡെവലപ്മെന്റിൽ എന്താണ് വിളിക്കുന്നത്? ഓവം ഉണ്ട്, അതിന്റെ ചുറ്റുമുള്ള കുറച്ച് അല്ലെങ്കിൽ നെയ്ബറിംഗ് ടിഷ്യൂസ് ഉണ്ട്, അതിനെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓക്കെ കുറച്ച് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഫേസ് ഓഫ് ഡെവലപ്മെന്റിൽ അല്ല, ഫുള്ള് എന്താണ് അവരെ വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറെന്റ് ഫേസസിൽ. ഗ്രാഫിയൻ ഫോളിക്കിൾ. ആക്ച്വലി ഇത് മൂന്നും ഏകദേശം അല്ല, ഇത് രണ്ടും ഏകദേശം സെയിം വരാനുള്ള
എന്താ ഒവേറിയൻ ഫോളിക്കിൾസ് ആണെങ്കിൽ പറഞ്ഞെങ്കിൽ അത് ശരിയാണ് കേട്ടോ. കാരണം എന്താ, ഗ്രാഫിയൻ ഫോളിക്കിൾസും പ്രൈമറി ഫോളിക്കിൾസും നമുക്ക് പറയാം, അത് ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട്. ഈ കോർപ്പസ് ലൂട്ടിയം വരുന്നില്ല. കാരണം എന്താ, അതിൽ ഓവമില്ല. ഇവിടെ ഓവവും അതിന്റെ നെയ്ബറിംഗ് ടിഷ്യൂസും എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കോർപ്പസ് ലൂട്ടിയം ഒഴിവാക്കാം. പക്ഷെ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. പക്ഷെ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഡിഫറെന്റ് ഫേസസ് ഓഫ് ദയർ ഡെവലപ്മെന്റ് എന്ന്. ഓക്കെ, ഒരു ഫേസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. ഡിഫറെന്റ് ഫേസസിൽ എല്ലാത്തിനെയും കൂടി നമ്മൾ എന്താ വിളിക്കുക, ഒവേറിയൻ ഫോളിക്കിൾസ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ എ ആണ് അതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. In females, certain development changes occur during pregnancy due to the release of hormones. Which hormone is responsible for the enlargement of breast during pregnancy? ബ്രസ്റ്റിന്റെ എൻലാർജ്മെന്റിന് കാരണമാവുന്നത് ആരാണ്? ഓക്സിടോക്സിൻ ആക്ച്വലി ബ്രസ്റ്റിന്റെ ഇതിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, മിൽക്ക് ഇജക്ഷന് വേണ്ടിയിട്ടാണ് എന്തുള്ളത് കാണുന്നത്, വേറെ ഒന്നുമായിട്ട് കാണുന്നില്ല. ഓക്കെ, പ്രൊജസ്ട്രോൺ എന്താണ്, ഈസ്ട്രജൻ ആണ് പറഞ്ഞെങ്കിൽ കറക്റ്റ് ആണ് കേട്ടോ. പ്രൊജസ്ട്രോൺ എന്താണ്, പ്രഗ്നൻസി ഹോർമോൺ. ബ്രസ്റ്റ് എൻലാർജ് ചെയ്യാൻ കാരണമാവുന്ന ആരാണ്, ഈസ്ട്രജൻ ആണ്. The process of spermatogenesis involves a series of steps that result in the formation of mature sperm. What cells are released after the completion of the multiplication stage? Okay. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുക, 2-3 പ്രാവശ്യം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. എന്താണ്, മെച്യൂർ സ്പേമിന്റെ ഫോർമേഷൻ നടക്കുന്നത് കുറേ സീരീസ് ഓഫ് സ്റ്റെപ്സ് കൊണ്ടാണ്. അതൊക്കെയാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഉണ്ടാവുന്നത് ഇതിൽ ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് അതിന്റെ അവസാനമായിട്ട് വരുമ്പോ അതിന്റെ ഏറ്റവും അവസാനത്തിൽ എന്താണ് ഉണ്ടാവുന്നത്, സ്പെർമാറ്റിഡ്സ് ആണ്. What is the name of the process that converts spermatids into mature spermatozoa? Spermatids mature ആയിട്ടുള്ള spermatozoa ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? സ്പെർമറ്റോജെനിസിസ് എന്താ? സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത് സ്പേമിന്റെ ഫോർമേഷൻ ആണ് അല്ലെ. ആ ഫുള്ള് പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക, സ്പെർമറ്റോജെനിസിസ് ആണ് അല്ലെ. സ്പേംസ് അല്ലെ, ടെസ്റ്റിസിൽ ആ ഒരു ഇതിൽ സ്പേം ഉണ്ടാവുന്ന ആ ഫുള്ള് പ്രോസസ്സിനെ നമ്മൾ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയും. സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെർമിയോജെനിസിസ് എന്താണ്? സ്പെർമാറ്റിഡ്സിൽ നിന്ന് സ്പെർമാറ്റിഡ് എന്തായിട്ട് മാറും, സ്പേം ആയിട്ട് മാറും അല്ലെ. സ്പെർമാറ്റിഡ് ശരിക്കും ഒരു സെല്ല് പോലെയാണുള്ളത് അല്ലെ. ശരിക്കും നമ്മുടെ സ്പേം എങ്ങനെയാണ്, സ്പേം ഇങ്ങനെ കുറെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഒക്കെ ആയിട്ട് ഹെഡും നെക്കും ടെയിലും ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണുള്ളത്. അപ്പം ആ ഒരു സ്പെർമാറ്റിഡ് സ്പേം ആയിട്ട് മാറുന്ന ആ പ്രക്രിയക്കാണ് നമുക്ക് എന്ത് പറയാ, സ്പെർമിയോജെനിസിസ് എന്ന് പറയാം. ഇനി സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെർമിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പേം എവിടെ പോയി അറ്റാച്ച് ചെയ്ത് നിൽക്കും, സെർട്ടോളി സെൽസുമായിട്ട് അല്ലെ. നറിഷ്മെന്റ് കൊടുക്കുന്ന സെർട്ടോളി സെൽസുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കും. പിന്നീട് FSH ഒക്കെ ഇതാക്കിയിട്ട് റിലീസ് ചെയ്ത് സെർട്ടോളി സെൽസ് കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ റിലീസ് ചെയ്തിട്ട് എന്ത് നടക്കും, ഈ അറ്റാച്ച്മെന്റ് അങ്ങ് വിട്ടിട്ട് ഈ സ്പേം ഒറ്റയ്ക്ക് സ്പേം മാത്രം ഡിറ്റാച്ച് ചെയ്ത് അങ്ങ് പോകും.
ആ സെർട്ടോളി സെൽസിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ മൂന്ന് എന്തായാലും ആലോചിച്ച് വെക്കണേ. Okay. In human females, during the multiplication phase, the primary oocyte undergo the first portion of production. Which cells? ഏത് cells ആണ് ഉണ്ടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ phase, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ phase കഴിഞ്ഞ് അവസാനമാകുമ്പോൾ, മൾട്ടിപ്ലിക്കേഷൻ phase-ന്റെ അവസാനമാകുമ്പോൾ primary oocyte എന്താവും? പ്രൈമറി oocyte വേറെ എന്തോ ആവുന്നുണ്ട്, അതിന്റെ കൂടെ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഉണ്ടാവുന്നത്? പ്രൈമറി oocyte എന്തായിട്ട് എന്താണ് ഉണ്ടാവുന്നത്? എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? പ്രൈമറി oocyte-ൽ നിന്ന് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് കഴിയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? Secondary oocyte and primary polar body, BNC. പോളാർ ബോഡി. അതെ, ടി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് BNC എന്തിൽ ഉണ്ടാവുന്നുണ്ട്? ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. Which menstrual cycle phase is classified as a proliferative phase? Proliferative phase എന്ന് പറയുന്നത് ഇതിൽ ഏതായിട്ടാണ് കാണുന്നത്? ഏത് phase ആണ് proliferative phase എന്ന് പറയുന്നത്? Which cells produce the enzyme that allow the embryonic implantation? എൻസൈംസിന്റെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ആരാണ് എംബ്രിയോണിക് ഇംപ്ലാന്റേഷൻ നടത്തുന്നതെന്ന് ആലോചിച്ചാൽ മതി. ആരാണ് ഇതിൽ ഇംപ്ലാന്റ് ചെയ്യുന്നത്? എവിടേക്കാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്? എവിടേക്ക് ആരാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്? ട്രോഫോപ്ലാസ്റ്റ് അല്ലേ ഇംപ്ലാന്റ് ചെയ്യുന്നത്? അല്ലേ? ശരിക്കും ഇവിടെ എൻസൈംസ് ഇതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരേ ഒരാളെ ഉള്ളൂ ഇവിടെ. ഏതാണ്? ട്രോഫോപ്ലാസ്റ്റ് ആണ്. Chorionic villi in human embryonic development interact with the cells of the maternal uterus to generate. ഇത് എന്തോ ഒന്ന് കോറിയോണിക് വില്ലേ എവിടെ നിന്നാണ്? ട്രോഫോപ്ലാസ്റ്റിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലെ? അതും മെറ്റേണൽ സെൽസുമായിട്ട്, യൂട്രൈൻ സെൽസുമായിട്ട് ചേർന്നിട്ട് എന്തോ ഉണ്ടാകുന്നുണ്ട്, എന്തിനെയോ ഉണ്ടാക്കുന്നുണ്ട്. ഏതാ ഇതിലുള്ളത്? അത് ഉണ്ടാക്കുന്ന എന്താണ് ഇതിലുള്ളത്? പ്ലാസന്റയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇവിടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് റീപ്രൊഡക്റ്റീവ് ഹെൽത്തും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, 1 minute കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ? റീപ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ചാപ്റ്റർ ആണ്. എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? ആക്ച്വലി എന്താ മീൻ ചെയ്യുന്നത് വെച്ചാല് ഒരു ടോട്ടൽ വെൽബീയിങ് ആണ്. ടോട്ടൽ വെൽബീയിങ് ആണ്. എന്ത് ആസ്പെക്ട്സിനൊക്കെ അത് നോക്കുന്നുണ്ട്? ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സിനൊക്കെ അത് നോക്കുന്നുണ്ട്. ടോട്ടൽ വെൽബീയിങ്, റീപ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന ടോട്ടൽ വെൽബീയിങ് ആണ്. അത് ഏതൊക്കെ ആസ്പെക്ട്സിൽ വെച്ചിട്ടാണ് നോക്കുന്നത്? ഫിസിക്കൽ ഉണ്ട്, ഇമോഷണൽ ഉണ്ട്, ബിഹേവിയറൽ, സോഷ്യൽ, ഈ ആസ്പെക്ട്സിലൊക്കെയുള്ള
ഈ എല്ലാ ആസ്പെക്ട്സിലുമുള്ള ഒരു ടോട്ടൽ വെൽബീയിങ് ഇൻ റീപ്രൊഡക്ഷൻ. അതാണ് എന്താ പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത് അതിന് വേണ്ടി നമുക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് മറികടക്കാൻ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജീസ് ഇതൊക്കെയാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത് അല്ലെ. അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ പറ്റി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ആദ്യം ചെയ്തു തുടങ്ങുന്ന കുറച്ച് രാജ്യങ്ങളിൽ ഒരാളാണ് ആര് ഇന്ത്യ എന്ന് പറയുന്നത്. ആദ്യം ഒരു 1951 റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് വഴിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവർ ഇതാക്കി ഉണ്ടായിരുന്നത്. ഒരു 1997 ആയപ്പോ എന്താക്കി അതിന്റെ പേരൊക്കെ ഒന്ന് മാറ്റി പുതിയൊരു രൂപത്തിൽ കൊണ്ടുവന്നു. എന്താക്കി റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ എന്താണ് RCH എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ആക്കി പേരൊക്കെ മാറ്റി അത് പുതിയൊരു രീതിയിൽ അത് ആവിഷ്കരിച്ചു കൊണ്ടുവന്നു. അപ്പൊ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ സംബന്ധിക്കുന്ന ഒരു സോഷ്യൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് റീപ്രൊഡക്ഷനെ പറ്റിയും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും കുറെ മിത്സും അതുപോലെ തന്നെ കൺസെപ്ഷൻ ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ എന്തുണ്ട് പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഉള്ള ഇതൊന്നാണ് എന്ത് സെക്സ് റിലേറ്റഡ് ക്രൈംസ് എന്ന് പറയുന്നത് അല്ലെ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഈ ഒരു അവയർനെസ് കുറവായതുകൊണ്ടാണ് അല്ലെ. അവയർനെസ് കുറവ് ഈ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആസ്പെക്ട്സിനെ കൊണ്ടുള്ള അവയർനെസ് കുറവുകൊണ്ടാണ് ഈ മിത്സും മിസ്കൺസെപ്ഷനും ഒക്കെ ബിലീവ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് സെക്സ് റിലേറ്റഡ് ക്രൈംസിലേക്കൊക്കെ നയിക്കുകയും ചെയ്യുന്നത്. അപ്പം RCH ഇതിനെതിരെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. അവരെന്താണ് ചെയ്യുന്നത് ഈ ഒരു ഇതിനെ അവയർനെസ് ഉണ്ടാക്കുക നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പീപ്പിൾസിന്റെ ഇടയിൽ എന്ത് ഉണ്ടാക്കുക മീഡിയയും അല്ലെങ്കിൽ ഗവൺമെന്റൽ നോൺ ഗവൺമെന്റൽ ഏജൻസീസ് ഒക്കെ വഴി ഈ ഒരു കാര്യത്തിന് നമ്മുടെ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ആ ഒരു ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ സ്കൂൾസിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ സെക്ഷൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ളതിന് അവയർനെസ് കൊടുക്കുക ആൾക്കാർക്ക്. അതൊക്കെ ആണ് എന്ത് RCH ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നയങ്ങൾ. ഇനി അൺഹെൽത്തി ചിൽഡ്രൻ ഉണ്ടാവുന്നത് ഈ ഒരു അൺഹെൽത്തി ചിൽഡ്രൻ ഉണ്ടാവുന്നത് എന്താണ് ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പം എന്താണ് നമ്മുടെ മര്യാദ ന്യൂട്രീഷനോ അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ ഒക്കെ ആയിട്ടുള്ള മദേഴ്സിന്റെ ആ ഒരു ഗസ്റ്റേഷൻ പീരീഡ് ആ ഒരു ഇതിലൊക്കെ ഉള്ള മാൽന്യൂട്രീഷൻ ഇതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള ചിൽഡ്രൻ ഉണ്ടാവുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ളത് എന്തൊക്കെയാണ് മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുക. എന്തിനൊക്കെ ഡെലിവറിക്ക് മെൻസ്ട്രൽ പ്രോബ്ലംസിന് ഒക്കെ ഹെൽപ്പ് കൊടുക്കുക. അതുപോലെ തന്നെ എങ്ങനെ പ്രഗ്നന്റ് മദറിനെ പിന്നെ പോസ്റ്റ് നേറ്റൽ കെയർ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുള്ള കെയർ എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് അതിനൊക്കെ എന്ത് ചെയ്യുക അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് അതിനൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഉണ്ടായിരുന്ന മിൽക്ക് എന്താണ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ ശരിക്കും ബേബിയുടെ ആ ഒരു ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന്. അപ്പൊ അതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുക. അതിപ്പോ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് ചിലർക്ക് അത് അറിയണ്ടാവില്ല അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. പിന്നെ എന്താണ് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക. ഇമ്മ്യൂണൈസേഷൻ ഇമ്മ്യൂണിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ് ഇൻഫെർട്ടിലിറ്റിയും ഇതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം അല്ലേ അല്ലെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്താണ് മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക. മെഡിക്കൽ അസിസ്റ്റൻസ് എന്തിനാണ് ഈ ഒരു എന്താണ് ഇൻഫെർട്ടിലിറ്റി എന്ത് മൂലമാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഡയഗ്നോസിസിനും അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒക്കെ മെഡിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെ ബെറ്റർ ടെക്നിക് ഉപയോഗിച്ചിട്ട് ഇത് മാറ്റാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാം എന്നുള്ള ഇതിന്റെയൊക്കെ റിസർച്ചിനെ എൻകറേജ് ചെയ്യുക.
ഓക്കെ, അതൊക്കെ RCH എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. പിന്നെ എന്താണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസിനെ, അതിന്റെ സ്പ്രെഡിങ്, ഓക്കെ, അതിനെ എങ്ങനെയാണ് തടയാൻ പറ്റുക? നമ്മുടെ STDs അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ ടെക്സ്റ്റിലുള്ള പോലെ STIs-ന് എന്ത് ചെയ്യുക, അതിനെ ഡിറ്റക്ട് ചെയ്യാനും എങ്ങനെ ക്യൂർ ചെയ്യാന്നുള്ളൊക്കെ അത് എന്ത് ചെയ്യുക, അതിന്റെ അവയർനെസ്സും അതിന്റെ മെഡിക്കൽ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, ഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസിനോട് എന്ത്, ആ മാരേജബിൾ ഏജിലുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസിനോട് കുറച്ചുകൂടി എന്താണ് ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഒരു ബർത്ത് കൺട്രോൾ ഓപ്ഷൻസും അങ്ങനതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ജനസംഖ്യയിലെ ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുക, അങ്ങനെയുള്ളതാണ് നടത്തുന്നത്. പിന്നെ എന്താണ്, ഇല്ലീഗൽ ആയിട്ടുള്ള ഫീമെയിൽ ഫീറ്റിസൈഡ്. അപ്പം നമ്മുടെ എന്താണ് RCH അതിനെതിരെ എന്താണ് ചെയ്തിട്ടുള്ളത് വെച്ചാല്, നമ്മുടെ ആംനിയോസെന്റസിസ് ഇല്ലേ, ആംനിയോസെന്റസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീനേറ്റൽ ഡയഗ്നോസിസ് ആണ് അല്ലെ. കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവരുടെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ക്രോമസോമൽ ബേസ്ഡ് ആ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് അവർക്ക് ഡിസീസ് ഉണ്ടോ, എന്തെങ്കിലും ഡിസീസ് ഉണ്ടാവുമോ, അങ്ങനെയുള്ളതൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്തറിയാൻ പറ്റും, ആ ഒരു ബേബിയുടെ സെക്സും കൂടി നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പം ആ സെക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലർ എന്ത് ചെയ്യും, ഫീമെയിൽസ് ഒക്കെ ആണെങ്കിൽ കൊന്നു കളയാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, ഒരു അബോർഷൻ നടത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആംനിയോസെന്റസിസിനെ എന്ത് ചെയ്തു, ബാൻ ചെയ്തു. ഒരു സെർട്ടൈൻ റൂൾസിന്റെ ഉള്ളിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ആംനിയോസെന്റസിസ് ആക്കുള്ളൂ. ആംനിയോസെന്റസിസിനെ ബാൻ ചെയ്തു ആര്, RCH. അതിനുള്ള ബാനും എന്തുകൊണ്ടാണ്, ഇല്ലീഗൽ ആയിട്ടുള്ള ഫീമെയിൽ ഫീറ്റിസൈഡ് കൊണ്ടാണ്. അപ്പം എന്ത് RCH ഈ ഓരോ പ്രോബ്ലംസിനും എടുത്തിട്ടുള്ള, അതിനെതിരെ ഇതാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്ട്രാറ്റജീസ്. ഓക്കെ, ഇനി പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഈ ഒരു റീസെന്റ് ഇയേഴ്സിലൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യ മാത്രം എടുത്ത് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്, ഒരു 90s ഒക്കെ ആകുമ്പോഴത്തേക്ക്, ഒരു 90s ഒക്കെ ആകുമ്പോൾ അത്രയും ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് അല്ലെ. നമ്മുടെ ഒരു ഇന്ത്യ ഇപ്പോഴും ഇതാക്കിയിട്ടില്ലെങ്കിലും ഇപ്പൊ പല സർവേ ഇതൊക്കെ പറയുന്നത് എന്താണ്, ഇന്ത്യയാണ് ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രി അല്ലെ. അപ്പം അതൊരു റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് അല്ലായിരുന്നു ആൾക്കാരില്. അപ്പം 1990s ഒക്കെ ആവുന്ന ആ സമയത്ത് നമ്മുടെ വേൾഡിൽ ഏകദേശം എന്താണ് 2 ബില്യൺ ആ ഒരു ഇതിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് റാപ്പിഡ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടായി. ഇപ്പം എത്ര ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അതിന് എന്താണ്, ഈ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഹെൽത്ത് ഫെസിലിറ്റീസും അതുപോലെ തന്നെ ബെറ്റർ ലിവിങ് കണ്ടീഷൻസും വന്നു അല്ലെ. ഒരുപാട് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്തു, ബെറ്റർ ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻസ് വന്നു. പിന്നെ ഡെത്ത് റേറ്റ് അങ്ങോട്ട് കുറയാൻ തുടങ്ങി. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും എന്ന് വെച്ചാല്, നമ്മളിപ്പോ പാച്ചുറേഷൻ അല്ലെങ്കിൽ ബർത്ത് നടക്കുന്ന ചൈൽഡ് ബർത്തിന്റെ സമയത്ത് ഈ മദറിന്റെ മരണമോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫന്റിന്റെ മരണമോ ഒക്കെ സംഭവിക്കുന്ന ആ ഒരു ഇതില്ലേ, ആ ഒരു റേറ്റ് എന്ത് ചെയ്തു, അങ്ങ് നല്ലോണം കുറഞ്ഞു അല്ലെ. നമ്മുടെ ഇപ്പൊ ഹെൽത്ത് ഫെസിലിറ്റീസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്തുണ്ടായി, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും അങ്ങ് കുറഞ്ഞു. പിന്നെ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടി. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടി. അതുപോലെ തന്നെ ഈ പണ്ടൊക്കെ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസിന് കുട്ടികളുണ്ടാകാൻ ഭയങ്കര പണിയായിരുന്നില്ലേ. പക്ഷെ ഇപ്പൊ എന്താണ്, ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ട് അല്ലെ. ഫെർട്ടിലിറ്റി സെന്റേഴ്സ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ അവർക്കും എന്തായി, അവരും റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി നല്ല എമൗണ്ടിൽ. അപ്പൊ അതെന്താണ്, അസിസ്റ്റൻസ് ടു ഇൻഫെർട്ടൈൽ കപ്പിൾസിന് അസിസ്റ്റൻസ് കിട്ടി തുടങ്ങി. ഓക്കെ, അതാണ് എന്ത് റീസൺസ്, ഇത്രയും പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവാനുള്ള റീസൺസ്. ഇനി ഈ ഒരു ഓവർ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുന്നത് കൊണ്ടുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ് ഇതുപോലെയുള്ള
ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സിന് എന്തുണ്ടാവും? സ്കാസിറ്റി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്ക് ഈ സാധനങ്ങൾ വീതിച്ച് ഇത് വരുമ്പോ എന്തുണ്ടാവും? അത് ഓരോരുത്തർക്കും കിട്ടുന്ന അളവില് ഭയങ്കരമായിട്ട് കുറവുണ്ടാവും അല്ലെ? പിന്നെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. ഒരു എമൗണ്ട് ഓഫ് ജോബ്സ് മാത്രമല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അല്ലാതെ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് ജോബിന്റെ ഇത് വേക്കൻസീസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഒരു എമൗണ്ടിലല്ലേ ആ ജോബിന്റെ വേക്കൻസി ഉണ്ടാവും. അപ്പം ഇത്രയും ആൾക്കാർക്ക് കുറച്ച് എമൗണ്ട് ഓഫ് ജോബ്സ് അല്ലെങ്കിൽ ആ ഒരു ഇത് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും അവിടെ? തീർച്ചയായിട്ടും അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. പിന്നെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസിലും എന്തുണ്ടാവും? കുറവ് വരും. എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാവും. നമ്മൾ കുറച്ച് ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കുന്ന എൻവയോൺമെന്റൽ പൊല്യൂഷൻ പോലെ അതും അതുപോലെ തന്നെ അതിലും കൂടുതൽ ആൾക്കാർ ഉണ്ടാകുമ്പോൾ എന്താണ്? കൂടുതൽ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ് അല്ലെ? ഓരോരുത്തരും എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? ആ ഒരു പൊല്യൂഷൻ, അവർ ഉണ്ടാക്കുന്ന പൊല്യൂഷന്റെ അളവ് എന്താണ്? കൂടുതലാണ്. അതുപോലെ തന്നെ എനർജി ക്രൈസിസ്. എല്ലാവർക്കും എനർജി വേണം അല്ലെ? ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതും എന്താണ്? ആ എനർജിന്റെ അളവ് കുറയും. ഉപയോഗിക്കേണ്ട ആൾക്കാരുടെ എണ്ണം എന്ത് ചെയ്യും? കൂടുകയും ചെയ്യും. പിന്നെ പോവേർട്ടി ആൻഡ് മാൽന്യൂട്രീഷൻ. ആ ഒരു ചിലർക്ക് എന്ത് കിട്ടും? നല്ല സാധനങ്ങൾ ഇതൊക്കെ കിട്ടും. ചിലർക്ക് എന്ത് കിട്ടില്ല? ആ ഒരു അവൈലബിലിറ്റി കിട്ടില്ല ഫുഡിന്റെ ഇതിന്റെ ഒന്നും. അങ്ങനെയാകുമ്പോ എന്ത് വരും? പോവേർട്ടിയും മാൽന്യൂട്രീഷന്റെ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നു തുടങ്ങും. അപ്പൊ നമ്മൾ പോപ്പുലേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണെങ്കിൽ എങ്ങനെയാണ്? നമ്മള് സ്മോളർ ഫാമിലീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. എങ്ങനെ? കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറയാ. പിന്നെ എന്താ? സ്മോളർ ഫാമിലീസിന് കുറെ ഇൻസെന്റീവ്സ്, അങ്ങനെ കുറെ കിഴിവുകൾ, അങ്ങനെ അതൊക്കെ ഇതാക്കുക. അങ്ങനെയാകുമ്പോ എന്ത് ചെയ്യും? കുറച്ചുകൂടി എണ്ണം അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സിന്റെ എണ്ണം ആ ഫാമിലിയിൽ കുറച്ച് നിർത്താൻ പറ്റും അല്ലെ? പിന്നെ നമ്മുടെ ഇവിടെ കുറെ സ്ലോഗൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ഹം ദോ ഹമാരേ ദോ എന്ന് പറഞ്ഞിട്ട് നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ വരുന്ന എന്താണ്? നാം ഒന്ന് നമുക്കൊന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ അല്ലേ? അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞാൽ എന്താണ്? പണ്ട് എന്തായിരുന്നു? നമ്മള് രണ്ടുപേർക്ക് രണ്ട് കുട്ടികൾ എന്നുള്ളതായിരുന്നു. പിന്നെയും ഒരുപാട് ഗ്രോത്ത് ഇതൊക്കെ വന്നപ്പോ എന്തായി? നാം ഒന്ന് നമുക്കൊന്ന് എന്നുള്ള ഒരു ഇതില് കുട്ടികളുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഈ ചൈനയിലൊക്കെ അവരെന്തായിട്ടുണ്ട്? ഈ ഒരു ഒറ്റക്കുട്ടി നയം മാത്രം ഇതാക്കിയിട്ട് എന്താണ്? അവരവരുടെ പോപ്പുലേഷനെ, അതിന് ആ ഗ്രോത്തിനെ അല്ലെങ്കിൽ അത്രയും പോപ്പുലേഷൻ ഗ്രോത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? നമ്മുടെ മെയിൽസിന്റെയും ഫീമെയിൽസിന്റെയും എന്ത് ചെയ്തു? വിവാഹ പ്രായം അങ്ങോട്ട് ഉയർത്തി. ഫീമെയിലിന് 18ഉം മെയിൽസിന് 21ഉം ആക്കി എന്ത് ചെയ്തു? വിവാഹ പ്രായം ഉയർത്തി. ഇതൊക്കെ എന്തിനാണ് ചെയ്തത്? പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? കോൺട്രാസെപ്റ്റീവ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? അവരെ കുറച്ചുകൂടി അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി ഒന്ന് അവെയർ ആക്കുക എന്നുള്ളത് അല്ലെ? അപ്പം എന്താണ് കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൺസെപ്ഷൻ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഐഡിയൽ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് എങ്ങനെയായിരിക്കണം? യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഈസിലി അവൈലബിൾ ആയിരിക്കണം, ചീപ്പർ ആയിരിക്കണം, എഫക്റ്റീവ് ആൻഡ് റിവേഴ്സിബിൾ ആയിരിക്കണം. ഓക്കെ, എങ്ങനെയാണ്? യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, നല്ലോണം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കണം. കുറച്ചുകൂടി കുറഞ്ഞ റേറ്റിലായിരിക്കണം. പിന്നെന്താ? എഫക്റ്റീവ് ആയിരിക്കണം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൺസപ്ഷൻ തടയാൻ പറ്റും എന്നുള്ള അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ആയിരിക്കണം. പിന്നെന്താ? സൈഡ് എഫക്ട്സ് ഒന്നും പാടില്ല അല്ലെ? അപ്പം ഒരുപാട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ എന്താണ്? ആൾക്കാർ ഉപയോഗിക്കാൻ മടിക്കും അല്ലെ? പിന്നെ ഒരുപാട് പൈസ ഇതൊക്കെ ആയി കഴിഞ്ഞാലോ ഒരു സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന ആ ഒരു ഇതിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് പൈസക്ക് ഉള്ളതൊന്നും വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം കുറച്ചുകൂടി ചീപ്പർ ആയിരിക്കണം. പിന്നെ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കണം. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ അത്
കിട്ടുമെങ്കിൽ ആൾക്കാർ അവിടെ പോയി അത് വാങ്ങേണ്ട ഗതി വരില്ലേ? അപ്പൊ അതെന്തായിരിക്കും എന്തില്ല, അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആവില്ല അല്ലേ? അപ്പം ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, എഫക്റ്റീവ് ആയിരിക്കണം. പിന്നെ മെയിൻ ആയിട്ട് എന്തുണ്ട്, എന്താണ് ആ ഒരു സെക്ഷൽ ഡ്രൈവ് അല്ലെങ്കിൽ ആ ഒരു ഡിസയർ, സെക്ഷൽ ആക്ടിന് എന്ത് ചെയ്യരുത്, അതൊരു തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ട് ആൾക്കാർക്ക് തോന്നരുത്. ഓക്കെ, അങ്ങനെ തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ അത് ഉപയോഗിക്കില്ലല്ലോ. ഓക്കെ, ഇത്രയാണ് എന്ത് വേണ്ടത്, ഒരു ഐഡിയൽ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇത്രയും ഒരു പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇപ്പൊ ഇന്നത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, കുറെ വാരിയസ് ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് കാണുന്നത്? നാച്ചുറൽ ഉണ്ട്, ബാരിയർ ഉണ്ട്, IUDs ഉണ്ട്, പിൽസ് ഉണ്ട്, ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സർജിക്കൽ മെത്തേഡ്സ് ഒക്കെ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ നാച്ചുറൽ മെത്തേഡ്സ് എന്താണ്? നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഓവവും സ്പേമും മീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് എന്ത് ചെയ്യുന്നത്, നാച്ചുറൽ മെത്തേഡ്സിൽ ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? ഓവവും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പലയിടത്ത് വെച്ച് നമുക്ക് അത് ഒഴിവാക്കാം അല്ലെ? എങ്ങനെയാണ്? ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് ആണ്. ആബ്സ്റ്റിനൻസ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു കോയിറ്റസിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് എന്ത്, ആ ഒരു പീരീഡിനെയാണ് ആബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്, അത് ഒഴിവാക്കുന്നത്. അപ്പൊ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീപ്പിംഗ് എവേ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്താണ്? നമ്മുടെ 10 മുതൽ 17 വരെ ദിവസം മെൻസ്ട്രൽ സൈക്കിൾ ഉള്ള ദിവസം ഫെർട്ടൈൽ പീരീഡ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആ ഫെർട്ടൈൽ പീരീഡ്, ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡേഞ്ചർ ആയിട്ടുള്ള, ഫെർട്ടിലൈസേഷൻ നടക്കാൻ കുറച്ചുകൂടി സാധ്യതയുള്ള പീരീഡ് ആണ്. അപ്പം ആ പീരീഡിൽ കോയിറ്റസ് ഒഴിവാക്കുന്നത് എന്തിനു സഹായകമാവും? ഈ ഒരു നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടക്കാതിരിക്കാൻ സഹായകമാവും അല്ലെ? അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു പീരിയോഡിക് ആബ്സ്റ്റിനൻസ് വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ, ഏകദേശം ഒരു ഓവുലേഷൻ നടക്കുന്നത് എപ്പോഴാണ്? 14th ഡേയിലാണ് അല്ലെ? 14th ഡേയിലാണ് ഒരു ആവറേജ് ഒരാളില് എന്ത് നടക്കുന്നത്? ഓവുലേഷൻ നടക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് 13th ആവാം, 16th ആവാം, 14th നമ്മളൊരു ആവറേജ് കണക്ക് പറയുന്നതാണ്. ഓരോ പേഴ്സണിലും അതെന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇനിയിപ്പോ കുറച്ച് ദിവസം, 2 ദിവസം മുന്നോട്ടോ 2 ദിവസം ബാക്കോട്ടോ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? വരാം. നമ്മുടെ ഓവം എത്ര ദിവസം നിൽക്കും? 1 മുതൽ 2 ദിവസം വരെ ഓവത്തിന് ആയുസുണ്ട് അല്ലെ? സ്പേമിന് ഏകദേശം ഒരു 3 ദിവസം വരെയൊക്കെ നിൽക്കാൻ കഴിയും. ഓക്കെ, അപ്പം ഈ ഒരു 10 to 17 ഇതില് നോക്കുമ്പോൾ നമ്മുടെ 14th ഡേയിലാണ് എന്ത് വരുന്നത്? ഓവം റിലീസ് ചെയ്യുന്നത് പറഞ്ഞു. 2 ദിവസം മുന്നോട്ട് എടുക്കാം, നമുക്കത് 2 ദിവസം ബാക്കോട്ടും എടുക്കാം. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഈ ഓവവും സ്പേമും മീറ്റ് ചെയ്യാൻ ഏതൊക്കെ ചാൻസ് ഉണ്ട്? ഒരു 3 ദിവസത്തോളം എന്ത് ചെയ്യാം? സ്പേമിന് ആയുസ് ഉണ്ട്. അതുപോലെ തന്നെ 1 മുതൽ 2 ദിവസം വരെ എന്ത് ചെയ്യാം? ഓവോ നിൽക്കും അല്ലെ? അലൈവ് ആയിട്ട് നിൽക്കും. അപ്പൊ അവര് തമ്മിൽ മീറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് 10 മുതൽ 17 ദിവസം വരെ ഉള്ളതിലാണ്. ഓക്കെ, അവിടെ തന്നെയാണെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒരു ആവറേജ് ആളില് അതാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് ഭയങ്കര ഫെർട്ടൈൽ പീരീഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ദിവസത്തിലുള്ള ആബ്സ്റ്റിനൻസ് എന്തിനു സഹായിക്കും? ഫെർട്ടിലൈസേഷൻ തടയുന്നതിന് സഹായിക്കും. പിന്നെ എന്ന് പറയുന്നത് എന്താണ്? കോയിറ്റസ് ഇന്ററപ്റ്റസ് ആണ്. കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് വെച്ചാൽ എന്താണ്? വിഡ്രോവൽ അല്ലെ? എന്താണ്? മെയിൽ പാർട്ട്ണർ എന്ത് ചെയ്യാ? പീനസിനെ വിഡ്രോ ചെയ്യാ, വെജൈനയിൽ നിന്ന് വിഡ്രോ ചെയ്യാ. എപ്പോ? നമ്മുടെ ഇൻസെമിനേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് വിഡ്രോ ചെയ്ത് കളയാം. ഇജാക്കുലേഷൻ നടക്കരുത്. ഇജാക്കുലേഷന്റെ വെജൈനയിൽ നടക്കാതെ എന്ത് ചെയ്യാ? പീനസിനെ വിഡ്രോ ചെയ്യാന്നതാണ് എന്ത്? കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാക്ടേഷണൽ അമ്നേറിയ എന്ന് വെച്ചാൽ എന്താണ്? ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. അതെന്താണ്? നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ, നമ്മുടെ കുട്ടി ഉണ്ടായി കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആ സമയത്ത് എന്താണ്? കുറച്ചു കാലത്തേക്ക് എന്തുണ്ടാവില്ല? മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. ആ ഒരു ലാക്ടേഷൻ പീരീഡിൽ എന്തുണ്ടാവില്ല? ഓവുലേഷൻ നടക്കില്ല. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല? മെൻസ്ട്രൽ സൈക്കിൾ കാണുന്നില്ല. ഏകദേശം ഒരു
എന്താണ് ഒരു 6 മാസം വരെയൊക്കെ ഇതാക്കുന്നത്. അത് നമുക്ക് അതങ്ങനെ വിശ്വസിച്ച് ഇതാക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ ഓവുലേഷൻ തുടങ്ങുന്ന ആ സമയം നമുക്കറിയില്ല. നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുമ്പോൾ മാത്രമേ അത് തുടങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. ഓവുലേഷൻ തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാവില്ല. 6 മാസം വരെ ഉണ്ട് എന്ന് പറയുന്നതും എന്താണ്, നമുക്കത് കൃത്യമായിട്ട് 6 മാസം വരെ, ഓരോരുത്തർക്കും 6 മാസം വരെ നിൽക്കുമെന്നും പറയാൻ പറ്റില്ല. ഓക്കെ. ഇനി സെക്കൻഡ് നാച്ചുറൽ മെത്തേഡ്സ് കഴിഞ്ഞു. നാച്ചുറൽ മെത്തേഡ്സിൽ ഏതൊക്കെയായിരുന്നു? പീരിയോഡിക് ആബ്സ്റ്റിനൻസ് ഉണ്ട്, പിന്നെന്താ കോയിറ്റസ് ഇന്ററപ്റ്റസ് ഉണ്ട്, ലാക്ടേഷണൽ അമ്നോറിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ്? ബാരിയർ മെത്തേഡ്സ് ആണ്. ഓവത്തിനെ സ്പേമിനെ മീറ്റ് ചെയ്യാണ്ടിരിക്കുന്നത് തന്നെയാണ് എന്ത്, നമുക്ക് ഫെർട്ടിലൈസേഷൻ തടയാനുള്ള ഏറ്റവും, അതാണ് ഫെർട്ടിലൈസേഷൻ തടയല്. അപ്പൊ ഇവിടെ എന്താണ്, നാച്ചുറൽ വേയിൽ അല്ല അതിനെ മീറ്റ് ചെയ്യാണ്ടിരിക്കുന്നത്, അതിനെ എന്തെങ്കിലും ബാരിയർ വെച്ചിട്ട് അങ്ങ് തടയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഓവത്തിനെയും സ്പേമിനെയും മീറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുകയാണ് എന്ത് വെച്ചിട്ട്, എന്തെങ്കിലും ഒരു ബാരിയർ വെച്ചിട്ട്. അപ്പൊ മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്കറിയുന്ന ബാരിയർ എന്താണ്? കോണ്ടംസ് ആണ് അല്ലെ? കോണ്ടംസ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്കറിയുന്ന ബാരിയേഴ്സ്. അതിന് എക്സാമ്പിൾ ആണെങ്കിൽ എന്താണ്, നിരോധ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം കുറച്ചുകൂടി ഇതായിട്ടുള്ള പ്രാമുഖ്യത്തിലുള്ള ഒരു കോണ്ടം ആണ്. ഓക്കെ. അപ്പൊ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു തിൻ റബ്ബർ അല്ലെങ്കിൽ ലാറ്റക്സ് കൊണ്ടുള്ള ഷീത്ത് ആണ്. തിൻ റബ്ബർ അല്ലെങ്കിൽ ലാറ്റക്സ് കൊണ്ടുള്ള ഷീത്ത് ആണ്. അത് എന്തിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്? പീനസിനെ അല്ലെങ്കിൽ വെജൈനെ എന്ത് ചെയ്യും? കവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പീനസിനെ അല്ലെങ്കിൽ വെജൈനെ എന്ത് ചെയ്യും? കവർ ചെയ്യാണ് ചെയ്യുക. എന്താണ്? ഒരു തിൻ റബ്ബർ ലാറ്റക്സ് ഷീത്ത് ആണ്. അതെങ്ങനെയാണ്? കോയിറ്റസിന് മുമ്പ് എന്ത് ചെയ്യും? ആ ഒരു ബാരിയർ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ. എന്നിട്ട് എന്താണ് ചെയ്യുക? സെമൻ എന്തിലേക്കാണ് പോകുന്നത്? ഈ ഒരു ബാരിയറിലേക്കാണ് സെമൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എന്ത് ചെയ്യില്ല? ആ ഒരു സെമൻ എൻറ്റർ ചെയ്യില്ല. അങ്ങനെ എൻറ്റർ ചെയ്യാതിരുന്നാലോ നമ്മള് എന്ത് നടക്കില്ല? ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ ഒരു കോണ്ടം എന്ന് പറയുന്ന ആ ഒരു ബാരിയർ മെത്തേഡ് ഭയങ്കര പോപ്പുലർ ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, വെറും ഈ ഒരു ഇത് പ്രിവെന്റ് ചെയ്യാന്ന് മാത്രമല്ല, ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യാന്ന് മാത്രമല്ല, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഇല്ലേ, STDs അല്ലെങ്കിൽ STIs, അതിനെ പ്രിവെന്റ് ചെയ്യാനും അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും ആർക്ക് സഹായിക്കും? ഈ കോണ്ടംസ് സഹായിക്കും. ഓക്കെ. എന്ത് ചെയ്യുന്നില്ല? ഫ്ലൂയിഡ്സ്, വെജൈനൽ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ പീനസിൽ നിന്നുള്ള ഫ്ലൂയിഡ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല? മിക്സ് ആവില്ല അല്ലെ? അങ്ങനെ ആവുമ്പോ എന്താണ്, നമുക്ക് ഈ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് എന്നുള്ള ഒരു പ്രിവെൻഷൻ കിട്ടും. പിന്നെ അതവര് ഡിസ്പോസിബിൾ ആണ്, ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. പിന്നെ എന്താണ്, സ്വയമായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, സെൽഫ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി പ്രൈവസി ഒക്കെ കീപ്പ് ചെയ്യേണ്ട ആൾക്കാർക്ക് അതെന്താണ്, സെൽഫ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ. ഈ ഒരു കോണ്ടംസ് എന്ന് പറയുന്നത് 100% എന്താണ്, 100% ഇവര് ഈ ഒരു ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലും എന്തുണ്ട്, ഇതിലും എക്സെപ്ഷൻസ് വരാം. ഓക്കെ. ഒരു ഏകദേശം ഒരു എന്താണ്, ഒരു 90 അല്ലെങ്കിൽ 70ന്റെ മുകളിൽ അത്രയൊക്കെ പെർസെന്റേജ് എന്തുള്ളൂ, കോണ്ടംസിനും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. 100% ഷുവർ ആയിട്ട് നടക്കില്ല എന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്? ഡയഫ്രംസ് എന്ന് പറയുന്ന സാധനങ്ങൾ. പിന്നെ എന്താണ്? സെർവിക്കൽ ക്യാപ്സ്, വോൾസ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ റബ്ബേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാരിയേഴ്സ് ആണ്. ഇതൊക്കെ എന്താണ്? റബ്ബേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാരിയേഴ്സ് ആണ്. ഇത് എവിടേക്കാണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക്, കോയിറ്റസിന്റെ സമയത്ത് സെർവിക്സിനെ കവർ ചെയ്തുകൊണ്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്കാണ് എന്തൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നത്? ഈ ഒരു ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ്, പിന്നെ വോൾസ്, ഇതൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നത്. അവര് റീയൂസബിൾ ആണ്. ഓക്കെ. ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരെന്താണ്, റീയൂസബിൾ ആണ്. പിന്നെ കുറെ സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്പെർമിസിഡൽ ക്രീംസ്. സ്പെർമിസിഡൽ ക്രീംസ് എന്ന് വെച്ചാൽ എന്താണ്? സ്പെർംസിനെ കൊല്ലുന്ന ക്രീംസ് ആണ്. പിന്നെ ജെല്ലീസ് ഉണ്ട്, ഫോംസ് ഉണ്ട്. ഓക്കെ. ഇവരൊക്കെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഒരു 5-10 മിനിറ്റ്സ് മുമ്പ്, ഈ കോയിറ്റസിന്റെ ഒരു 5-10 മിനിറ്റ്സ് മുമ്പാണ് ഇവര് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇവര് ഈ ഒരു ക്രീംസ്
ഫോംസ് ഒക്കെ ശരിക്കും എന്താ നമ്മുടെ ഈ ഒരു ഇതുപോലെയുള്ള ബാരിയേഴ്സ് അല്ലെങ്കിൽ റബ്ബേഴ്സിന്റെ ഒക്കെ കൂടെ കോണ്ടംസിന്റെ ഒക്കെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഉപയോഗിക്കും. എന്തിനാണെന്ന് വെച്ചാൽ അതിന്റെ എഫക്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. എഫക്റ്റ് കൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ക്രീംസ് ജെല്ലിങ്സ് ഫോംസ് ഒക്കെ ഈ റബ്ബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കോണ്ടംസിന്റെ ഒക്കെ കൂടെ എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ബാരിയർ കൊണ്ടുള്ളത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? യൂട്രസിനെ ഇംപ്ലാന്റേഷന് അൺസ്യൂട്ടബിൾ ആക്കുക. യൂട്രസിലേക്ക് ഇനിയിപ്പം സ്പേം വന്നാലും യൂട്രസിന് എന്ത് ചെയ്യാൻ കഴിയരുത്? ഇംപ്ലാന്റേഷൻ നടത്താൻ കഴിയരുത്. അപ്പൊ അങ്ങനെ ഹോസ്റ്റൈൽ ആക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ സ്പേമിന് എന്താണ്? സ്പേമിന് ആ ഒരു സ്ഥലം ഹോസ്റ്റൈൽ ആയിരിക്കും. സ്പേം ചത്തുപോകും. അല്ലെങ്കിൽ സ്പേമിന് അതിനുള്ള കഴിവ് നഷ്ടപ്പെടും. അങ്ങനെ സ്പേമിനെ ഹോസ്റ്റൈൽ ആക്കുക. ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ചെയ്യുന്നത്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് യൂട്രസിലേക്ക് കൊടുക്കുന്ന ഡിവൈസസ് ആണ്. അവർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസിനെ ഇംപ്ലാന്റേഷന് അൺസ്യൂട്ടബിൾ ആക്കുകയും അതുപോലെ തന്നെ സ്പേംസിന് എന്ത് ചെയ്യും? സ്പേംസിന് ആ ഒരു യൂട്രസ് ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആക്കി മാറ്റും. അങ്ങനെയാകുമ്പോൾ എന്താണ്? സ്പേംസ് നശിച്ചു പോകും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകും. ആ ഒരു ഇൻട്രാ യൂട്രൈൻ ഡിവൈസസിൽ വരുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? നോൺ മെഡിക്കേറ്റഡ് IUDs. IUDs എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. IUDs എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. ചിലപ്പോൾ നിങ്ങളോട് എക്സ്പാൻഷൻ ചോദിക്കാൻ ഇതിൽ ഒരുപാട് ഇത് ഉണ്ട്. ഓക്കെ, അപ്പൊ IUDs എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. നോൺ മെഡിക്കേറ്റഡ് IUDs ഏതൊക്കെയാണ്? ലിപ്പേസ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണ് അതിൽ. എന്താണ് അവർ ചെയ്യുന്നത്? സ്പേംസിന് എന്ത് ചെയ്യും? ഫാഗോസൈറ്റോസിസ് ചെയ്യും. ഫാഗോസൈറ്റോസിസ് എന്താണ്? അതിനെ പിടിച്ചങ്ങ് കഴിക്കുക അല്ലെ, കഴിച്ചിട്ട് അങ്ങ് നശിപ്പിച്ച് കളയുക. അപ്പൊ സ്പേംസിന്റെ ഫാഗോസൈറ്റോസിസിനെ ഇൻക്രീസ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്? ലിപ്പേസ് ലൂപ്പ് അതാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ നോൺ മെഡിക്കേറ്റഡ് IUDs എന്താണ് ചെയ്യുന്നത്? സ്പേംസിന്റെ ഫാഗോസൈറ്റോസിസിനെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഇനി നെക്സ്റ്റ് കോപ്പർ റിലീസിങ് IUDs. അധികമായിട്ട് കേൾക്കുന്നതാണ് അല്ലെ, കോപ്പർ റിലീസിങ് IUDs. അതില് എന്തൊക്കെ ഉണ്ട്? കോപ്പർ T ഉണ്ട്, കോപ്പർ 7 ഉണ്ട്, പിന്നെ എന്താണ്? മൾട്ടി ലോഡ് 375. ഏറ്റവും മെയിൻ ആയിട്ട് കോപ്പർ ടിയും കോപ്പർ 7 എന്തായാലും ഓർത്ത് വെക്കുക. പിന്നെ മൾട്ടി ലോഡ് 375 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ കോപ്പർ അയോൺസ് ഇല്ലേ, ഈ കോപ്പർ അയോൺസ് യൂട്രസിൽ എന്താണ്? കോപ്പർ ഈ T അല്ലെങ്കിൽ 7 എന്ന് പറഞ്ഞുള്ള ആ ഒരു ഷേപ്പിലുള്ള കോപ്പർ റോഡ്സ് എവിടെ വെക്കും? യൂട്രസിൽ കൊണ്ടുവയ്ക്കും. അത് ചെയ്യും, അത് ഈ ഒരു കോപ്പറിനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും യൂട്രസിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ എന്താ ഈ കോപ്പർ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്പേംസിന്റെ മോട്ടിലിറ്റിനെ സപ്രസ് ചെയ്യും. മോട്ടിലിറ്റി മാത്രമല്ല, ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും കുറച്ച് കളയും. സ്പേംസിനെ അതിന്റെ മോട്ടിലിറ്റിയും ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും കുറച്ച് ആ യൂട്രസിന്റെ ആ ഒരു അന്തരീക്ഷം എന്തായിരിക്കും? സ്പേമിനൊപ്പം ഭയങ്കര ഹോസ്റ്റൈൽ ആയിട്ട് മാറ്റും. ആര്? കോപ്പർ എവിടുന്നാ റിലീസ് ചെയ്യുക? ഈ കോപ്പർ T എന്ന് പറയുമ്പോൾ T ഷേപ്പിലുള്ള ഒരു കോപ്പറിന്റെ ഇത്, അല്ലെങ്കിൽ 7 ഷേപ്പിലുള്ള കോപ്പറിന്റെ അത് എവിടെ വെക്കും? യൂട്രസിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് കോപ്പർ അയോൺസ് ഇങ്ങനെ റിലീസ് ചെയ്യുകയാണ്. ഓക്കെ, ആ കോപ്പർ അയോൺസ് എന്തിനെ? സ്പേംസിനെ ഹോസ്റ്റൈൽ ആക്കും യൂട്രസിന് അവസ്ഥ. ഓക്കെ, എങ്ങനെയാണ്? മോട്ടിലിറ്റി കുറയ്ക്കുകയും ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റിയും അങ്ങ് കുറച്ച് കളയും. ഇനി അടുത്ത എന്താണ്? ഹോർമോൺ റിലീസിങ് IUDs. ഹോർമോൺ റിലീസിങ് IUDs ഏതൊക്കെയാണ്? പ്രൊജസ്റ്റാസേർട്ട് അല്ലെങ്കിൽ LNG-20 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അവരെന്താ ചെയ്യുന്നത്? ഇംപ്ലാന്റേഷന് അൺസ്യൂട്ടബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇംപ്ലാന്റേഷന് അൺസ്യൂട്ടബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. ഇംപ്ലാന്റേഷൻ അവര് ഹോർമോൺസിനെയാണ് ഇതാക്കുന്നത്. ഇംപ്ലാന്റേഷന് എന്താണ്? അൺസ്യൂട്ടബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്വയം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണ്? എക്സ്പേർട്സ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഒന്നുകിൽ എന്താണ്? വെജൈന വഴിയാണ് എന്ത്? യൂട്രസിലേക്ക് ഈ സാധനങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്നത്. പ്രഗ്നൻസി ഒക്കെ ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ
അത്യാവശ്യം ഫിമെയിൽസിനൊക്കെ കുറച്ച് ഡിലേ ചെയ്യേണ്ട അതിൽ ഉപയോഗിക്കുന്ന ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ഏതാണ്? IUDs ആണ്. ഓക്കെ, ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് IUDs ആണ്. അതിലാണ് കുറച്ചുകൂടി എഫക്റ്റ് കാണുകയും ചെയ്യുക. പക്ഷെ ഇതിനൊക്കെ എന്തുണ്ട്? അത് സൈഡ് എഫക്ട്സ് ഇതൊക്കെ കാണും കേട്ടോ. പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. ഓറൽ ആണെന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എന്താണ്, നമ്മളത് ഇതിലൂടെ ഓറലി എടുക്കുന്നതാണ്. ഓറൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്തിന്റെയൊക്കെ ഓറൽ അഡ്മിനിസ്ട്രേഷൻ ആണ്? പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ഈസ്ട്രജൻ കോമ്പിനേഷൻ ഓഫ് ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ പിൽസ്. ഓറൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളത് വായിലൂടെ എടുക്കുന്നതാണ്. അപ്പം പിൽസിന്റെ രൂപത്തിൽ എന്തിനെയൊക്കെയാണ്? ഈസ്ട്രജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോണിന്റെ കോമ്പിനേഷൻസ് ആണ് എടുക്കുന്നത്. കാരണം ഈ ഹോർമോൺസ് ആണ് എന്ത്, ഈ ഒരു പ്രഗ്നൻസി ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഹോർമോൺസിനെ ലെവലിൽ അങ്ങ് വ്യത്യാസമാണ് ചെയ്യുന്നത്. അപ്പൊ പിൽസ് എക്സാമ്പിൾ ഏതാണ്? മാല ഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ്? 21 ദിവസം ഡെയിലി എന്ത് ചെയ്യും? അത് എടുത്തുകൊണ്ടിരിക്കും. മെൻസ്ട്രൽ സൈക്കിളിന്റെ ഫസ്റ്റ് 5 days മുതൽ അതെന്ത് ചെയ്യും? എടുത്തുകൊണ്ടിരിക്കും. പിന്നെ എന്താണ്? ഒരു 7 ദിവസം വെച്ചാൽ മെൻസ്ട്രേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യും? അത് എടുക്കാതിരിക്കും. അല്ലാണ്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അതിങ്ങനെ തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കൺസെപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവരെങ്ങനെയാണ് കൺസെപ്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെന്താ? അവർ കുറെ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ്? ഇംപ്ലാന്റേഷന് അൺസ്യൂട്ടബിൾ ആക്കും. ഇംപ്ലാന്റേഷന് അൺസ്യൂട്ടബിൾ ആക്കി മാറ്റും. ആരെ? യൂട്രസിലേക്ക് വന്ന് അപ്പം ഫെർട്ടിലൈസ് ചെയ്തു, എംബ്രിയോ വരികയാണ്, ബ്ലാസ്റ്റോസിസ്റ്റ് വന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് പറ്റും? ആ ബ്ലാസ്റ്റോസിസ്റ്റ് അതുപോലെ തന്നെ എന്തിലേക്ക് പോകും? എൻഡോമെട്രിയൽ വാള് ഇതായിട്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ലേ? മെൻസ്ട്രൽ സൈക്കിൾ പോകുന്നില്ലേ? ആ മെൻസ്ട്രൽ സൈക്കിളിന്റെ കൂടെ എന്തുകൂടി പോകും? ആ ഒരു ബ്ലാസ്റ്റോസിസ്റ്റും കൂടി അങ്ങ് പോകും. പിന്നെ എന്താണ്? സ്പേമിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യും. എങ്ങനെയാണ്? സെർവിക്കൽ മ്യൂക്കസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു സെർവിക്കൽ മ്യൂക്കസിന്റെ ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് എന്ത്, സ്പേംസിന് അതിലൂടെയാണ് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ആ ഒരു മോയ്സ്ചർ ആയിട്ടുള്ള കണ്ടന്റ് കൊണ്ട് അതിലൂടെയാണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ആ സെർവിക്കൽ മ്യൂക്കസിന്റെ ക്വാളിറ്റി കുറച്ച് കഴിഞ്ഞാലോ ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്പേംസിന് എൻട്രി ചെയ്യാൻ പറ്റില്ല ഉള്ളിലേക്ക് അല്ലെ. അതിന് എൻട്രി ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഏറ്റവും ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ വികസിപ്പിച്ചിട്ടുള്ള CDRI എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് റിസർച്ച് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചിട്ടുള്ള ഒരു ഡ്രഗ് ഉണ്ട്. ഏതാണ്? സഹേലി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ സ്റ്റിറോയിഡ് അല്ലാത്ത നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള വൺസ് ഇൻ എ വീക്ക് പില്ലാണ്. ആഴ്ചയിൽ ഒരിക്കലും കഴിക്കുന്ന പില്ലാണ്. സാധാരണ നമ്മൾ പറഞ്ഞു എന്ത്, ദിവസവും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അല്ലെ. അങ്ങനെയല്ല, ആഴ്ചയിൽ ഒരിക്കലും കഴിക്കുന്ന ഒരു നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള പില്ല്. ആർക്കാണ്? ഫീമെയിൽസിലാണ്. ഓക്കെ, അപ്പൊ സൈഡ് എഫക്ട്സ് കുറച്ചുകൂടി കുറവുള്ള ഒരു ഹൈ കോൺട്രാസെപ്റ്റീവ് വാല്യൂ ഉള്ള ഒരു പില്ല്. ഓക്കെ, എന്താണ് അതിന്റെ പേര്? സഹേലി എന്നാണ്. ആരാണ് വികസിപ്പിച്ചത്? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആര്? CDRI എന്ന് പറഞ്ഞിട്ടുള്ള. അത് എവിടെയാണ്? ലക്നൌവിലുള്ള CDRI ആണ് എന്ത് വികസിപ്പിച്ചത്? ഈ ഒരു സഹേലി എന്ന് പറയുന്നുള്ള കോൺട്രാസെപ്റ്റീവ്. അത് എന്ത് കോൺട്രാസെപ്റ്റീവ് ആണ്? ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ്. ഓക്കെ, വൺസ് ഇൻ എ വീക്ക് എടുക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബാക്കി ക്ലാസ്സും ഇതിന്റെ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം? നാളെ ഡിസ്കസ് ചെയ്യാം.